ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സന്നിഹിതരായിട്ടുള്ള എല്ലാ വാത്സല്യ സഹോദരങ്ങൾക്കും വിശിഷ്യ കർത്തൃദാസനും കുടുംബത്തിനും എൻ്റെ ക്രിസ്തീയ വന്ദനം. ഇന്ന് പകൽ നിങ്ങളുടെ നടുവിൽ കടന്നു വരുവാൻ കർത്താവ് സഹായിച്ചു. ഞാൻ ഈ ബാംഗ്ലൂർ നിവാസിയാണ്. രാവിലെ വന്നവരത് കേട്ടതാണ്, എന്നാൽ വൈകിട്ട് വന്നവർക്ക് അറിയില്ല എന്നുള്ളതുകൊണ്ടും എന്നെ അറിയുന്നവരും ഇവിടെ അങ്ങനെ അധികം കാണാൻ ഒരു സാധ്യതയില്ല. അതുകൊണ്ട് പറഞ്ഞതാണ്. ഞാൻ ബാംഗ്ലൂരിൽ കുറേ വർഷങ്ങളായിട്ടുണ്ട്. അങ്ങനെ കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നു. പ്രവർത്തനങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് സഞ്ചരിക്കുന്നു. ഈ കാലയളവിൽ ദൈവജനത്തിൻ്റെ നടുവിൽ ദൈവവചനം ഘോഷിക്കുകയും ഉപദേശ വിഷയങ്ങളെ സ്ഥാപിക്കുകയും പറയുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്തിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അതിനിടയിലാണ് കർത്താവിൻ്റെ നിയോഗപ്രകാരം ഇവിടെയും കടന്നു വരുവാൻ കർത്താവ് അവസരമൊരുക്കിയത്. രാവിലെ കുറേ കാര്യങ്ങൾ നിങ്ങളുമായി സംസാരിക്കാനിടയായി. അതിൽ പല കാര്യങ്ങളും പൂർത്തീകരിക്കാതെ ഇങ്ങനെ കൊണ്ടുവന്ന് ഫുൾ സ്റ്റോപ്പ് ഇടാതെ നിർത്തി പല കാര്യങ്ങളും. ആ പറഞ്ഞ പല കാര്യങ്ങളിൽ നിന്ന് നമുക്ക് ഇനിയും മുന്നോട്ട് ഒത്തിരി പറഞ്ഞു പോകേണ്ട കാര്യങ്ങളുണ്ട്. ശരിക്കും നമ്മൾ പഴയ നിയമത്തിലെ വേദഭാഗങ്ങൾ മാത്രമാണ് ഇന്ന് രാവിലെ സംസാരിച്ചത്. രാവിലെ വരാത്തവർക്ക് വേണ്ടി ഒരു കാര്യം പറയാം. ഞങ്ങൾ തുടക്കത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞത്. ഈ കാലയളവിൽ ഒത്തിരി പേര് വിശ്വാസ സംബന്ധമായ സ്ട്രഗിളിൽ ഏർപ്പെടുന്നു, അല്ലേ? മുതിർന്നവരും അല്ലാത്തവരും ഒക്കെ പല കാര്യത്തിലും കോൺഫിഡൻസ് ഇല്ലാതെ പല കാര്യങ്ങളും കാണിക്കുന്നത് ചെയ്യുന്നതൊക്കെ നമ്മൾ കാണുന്നു. പഴയ കാലമല്ല ഈ കാലം എന്ന് പറയുന്നത്, സോഷ്യൽ മീഡിയയുടെ കാലമാണ്. എന്നെ സംബന്ധിച്ച് ഞാൻ ഒരു 1.5 വർഷം മുമ്പ് വരെ ഇതൊന്നും കാര്യമായിട്ട് മൈൻഡ് ചെയ്യാത്ത ആളായിരുന്നു. ഇതൊക്കെ ചുമ്മാ ആളുകൾ ഓരോരോ പരിപാടി എന്നൊക്കെ പറഞ്ഞിരുന്ന. പക്ഷെ ഇപ്പം ഞാൻ നോക്കി തുടങ്ങി. അതിൻ്റെ കാരണം എന്തെന്ന് ചോദിച്ചാൽ, ഈ കൊറോണയാണ് എന്നെ ഇതൊക്കെ നോക്കാനായിട്ട് പഠിപ്പിച്ചത്. കൊറോണയ്ക്ക് ശേഷം, അല്ലെങ്കിൽ കൊറോണ ഇങ്ങനെ കത്തി നിൽക്കുന്ന സമയത്ത് എനിക്ക് വളരെ വേണ്ടപ്പെട്ട ചില സഹോദരങ്ങളുണ്ട്. അവരെന്നോട് പറഞ്ഞു, നമുക്ക്, അല്ലെങ്കിൽ നമ്മുടെ സഹോദരങ്ങൾ പലയിടത്തും ഇങ്ങനെ ഒറ്റപ്പെട്ടിരിപ്പുണ്ട്. യൂറോപ്പിലും പല സ്ഥലങ്ങളിലും, ഗൾഫിൽ തന്നെയാണെങ്കിലും റിമോട്ട് പ്ലേസിലൊക്കെയുണ്ട്. അത്തരക്കാർക്കൊന്നൊരു കൂട്ടായ്മയില്ല, വചനമില്ല, ഒന്നുമില്ലാതെ അവരൊക്കെ അങ്ങനെ ആയിരിക്കുകയാണല്ലോ. അതായത് ഒരു ചൈനക്കാരനുണ്ടാക്കിയ ഒരു സംവിധാനമുണ്ട്. അതിൻ്റെ പേര് സൂം എന്നാണ്. അപ്പോൾ ഞാൻ കേട്ടിട്ട് പോലുമില്ല അത്. അതിൻ പ്രകാരം നമുക്ക് ഈ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ അതിനകത്ത് ഞാൻ ആദ്യമായിട്ട് കയറിക്കൂടി പ്രസംഗം ആരംഭിച്ചു. അങ്ങനെയാണ് ഈ സോഷ്യൽ മീഡിയയുമായി ബന്ധപ്പെട്ട് പിന്നീട് ആ മെസ്സേജൊക്കെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങി. അത് കഴിഞ്ഞ് അതിലെ പ്രസക്ത ഭാഗങ്ങളൊക്കെ നമ്മുടെ ചില സഹോദരങ്ങൾ ഫേസ്ബുക്കിലൊക്കെ കൊണ്ടുപോയി മുറിച്ചൊക്കെ ഇടാൻ തുടങ്ങി. അപ്പോൾ ഞാൻ അവരോട് ദേഷ്യപ്പെട്ടു. ഈ സാധനം നമുക്ക് വേണ്ട, നമുക്ക് യോജിക്കുന്നതല്ല, അതിൻ്റെ പരിപാടിയൊക്കെ എന്നൊക്കെ ഞാൻ അന്ന് അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും പിന്നീട് അതൊക്കെ ഒത്തിരി പേര് 50,000 70,000 പേരൊക്കെയാണ് കാണുന്നത്. അതേസമയം ഒരു ചർച്ചിൽ പോയി പ്രസംഗിക്കും 10 പേര് 20 പേര് 50 പേരൊക്കെ ഏറ്റവും കൂടുതൽ കേൾക്കുന്നത്. ഇത് ഇത്രമാത്രം ആളുകളിലേക്ക് എത്തിച്ചേരുന്നു എന്നുള്ളൊരു ഞെട്ടിപ്പിക്കുന്ന സത്യം ഞാൻ അറിഞ്ഞു. അത് നല്ല രീതിയിൽ ഉപയോഗിക്കാം, ദോഷത്തിന് ഉപയോഗിക്കാം. അതിലൂടെ പോപ്പുലാരിറ്റി ഉണ്ടാക്കുന്നവരുണ്ട്, അതിലൂടെ വേറെ പലതും ഒക്കെ ഉണ്ടാക്കുന്നവരുണ്ട്. അതൊക്കെ നമ്മൾ പരിശുദ്ധാത്മ സഹായത്തിൽ കൈകാര്യം ചെയ്താൽ ഗുണകരമായി മാറും. അങ്ങനെ അനേക മനുഷ്യരോട് എനിക്ക് ബന്ധപ്പെടാനായിട്ടിടയായി, അനേക മനുഷ്യരോട്. അപ്പോൾ അങ്ങനെയാണ് ഈ പല കാര്യങ്ങളും ഇങ്ങനെ തുറന്ന് പ്രസംഗിച്ചൊരു ശീലം വന്നത്. അപ്പോൾ ഈ പറഞ്ഞ സമയങ്ങളിലൊക്കെ ഉപദേശ വിഷയങ്ങൾ സ്ഥാപിക്കുകയൊക്കെ ചെയ്ത് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ, ഞാനിന്ന് ഉച്ച കഴിഞ്ഞ് ദൈവദാസനുമായിട്ട് ഇന്ന് സംസാരിച്ചപ്പോൾ ഒരു വാക്കിങ്ങനെ സൂചിപ്പിച്ചു. കഴിഞ്ഞൊരു 4-5 വർഷമായിട്ട് ഈ പെന്തിക്കോസുകാരുടെ നടുവിൽ ഞാൻ ഒരു പ്രത്യേക വിഷയം ഉയർത്തുകയായിരുന്നു. വലിയ സീനിയർ പാസ്റ്റർമാരും വളരെ അതിപുരാതനത്തുള്ള വിശ്വാസികളൊക്കെ ജീവിക്കുന്ന ഈ ലോകത്ത് ഒരു കാര്യം ഗൗരവമായി, അതായത് അങ്ങിങ്ങായൊക്കെ ആളുകൾ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യം ഞാൻ നിരന്തരമായി പറയാൻ തുടങ്ങി. പെന്തിക്കോസ്തും ന്യൂ ജനറേഷൻ പെന്തിക്കോസ്തും എന്ന് പറയുന്നത് തമ്മിൽ ഒരു ബന്ധമില്ലെന്ന് സ്ഥാപിക്കുകയും തെളിയിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് തമ്മിൽ ഒരു ബന്ധവുമില്ല. ഇത് തിരിച്ചറിയാത്ത പെന്തിക്കോസ്തുകാർ ചുമ്മാ കാണുന്നവരുടെയൊക്കെ തോളത്ത് കൈയിടും. ഇത് ബഹുഭൂരിപക്ഷം പെന്തിക്കോസ്തുകാരും തിരിച്ചറിയുന്നില്ല. അതിനവർക്ക് കുറെ വാക്യങ്ങളുണ്ട്. ആ വാക്യങ്ങളുടെയൊക്കെ ആഴം നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുക. അതായത് ഫിലിപ്പ് ലേഖനത്തിലേക്ക് വരുമ്പോൾ അതിന്റെ തുടക്കത്തിൽ ഒരു ഭാഗമുണ്ട്. എടുക്കണ്ട, ഞാൻ നമ്മുടെ കാര്യത്തിലേക്ക് വരാം. നമുക്ക് ഡാൻസ് ആണല്ലോ വിഷയം. അപ്പോൾ അതിലേക്ക് വരാം. അതിനുമുമ്പ് ഞാൻ ഇങ്ങനെ ഒന്ന് സൂചിപ്പിക്കുക. ഫിലിപ്പ് ലേഖനത്തിലെ ഒരു ഭാഗമുണ്ട്. അതായത് 1-ാം അധ്യായം 15 മുതൽ 18 വരെ വായിക്കുമ്പോൾ ഒടുവിലേക്ക് വരുമ്പോൾ പൗലോസിലേക്ക് പറയാണ്, ഏത് വിധത്തിലാണെങ്കിലും ക്രിസ്തുവിനെയല്ലോ പ്രസംഗിക്കുന്ന. അങ്ങനെയല്ലേ? ഏത് വിധത്തിലാണെങ്കിലും
ആ ഒരു വാക്യത്തെ പിടിച്ചുകൊണ്ട് ലക്ഷോപലക്ഷം ഓടാനുകൂടി എന്ന് പറയാനില്ലല്ലോ മലയാളി പെന്തിക്കോസ് അല്ലേ, ലക്ഷോപലക്ഷം പെന്തിക്കോസാണ് ആ ഒരു ഒറ്റ വാക്യത്തെ മുറുകെ പിടിച്ചു നിൽക്കുന്നത്. ആ വാക്യത്തിന്റെ ഉള്ളടക്കം ആഴം അറിയണമെങ്കിൽ അതേ പുസ്തകത്തില് അടുത്തടുത്ത അധ്യായങ്ങളുണ്ട്. അവിടെ കൊണ്ട് തീരുന്നില്ല, ഒരധ്യായം കൊണ്ട് തീരുന്നില്ല, 4 അധ്യായം ഉണ്ട് ആ പുസ്തകത്തിന്. അടുത്ത അധ്യായങ്ങളിലേക്ക് പോകുമ്പോൾ ഈ കാര്യത്തിന്റെ ശരിയായ തുറവി നമുക്ക് കിട്ടും. അങ്ങനെ ലൂസിഫറും യേശുവിന്റെ നാമത്തിൽ പറഞ്ഞാൽ നമ്മൾ ആമേൻ പറയൂ? അങ്ങനെ പറയൂ? അങ്ങനെ പറയാൻ പറ്റത്തില്ല. അങ്ങനെ ആരെങ്കിലുമൊക്കെ യേശുവിന്റെ നാമം എടുത്ത് പ്രയോഗിച്ചു എന്ന് കരുതി നമ്മൾ അതിന് ആമേൻ പറയില്ല. അപ്പൊ അത് തെളിയിക്കണം. അപ്പൊ അങ്ങനെയൊക്കെ തെളിയിച്ചും പറഞ്ഞിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതിനിടയ്ക്കാണ് ഇന്ന് രാവിലെ നമ്മൾ പറഞ്ഞത്, സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ ഇങ്ങനെ വളരെ പ്രചാരം ലഭിച്ചൊരു കാര്യമാണ് ഇന്നലെയും മിനിയാന്നുമായിട്ട് പെന്തിക്കോസുകാര് കാര്യമായി ഡാൻസ് കളിക്കുന്നവരാണെന്നുള്ള കാര്യം. അപ്പൊ അതങ്ങനെ മാലോകര് മുഴുവനും അറിഞ്ഞു. അത്യാവശ്യം ഡാൻസ് കളിക്കാൻ അറിയാവുന്നവരാണ്. കുറച്ച് ആൾക്കാർ ഡാൻസ് കളിക്കില്ലെന്ന് പറയുന്നു, കുറച്ച് പേര് ഡാൻസ് കളിക്കുമെന്ന് പറയുന്നു. അപ്പൊ എന്തായാലും 2 വർഷം എപ്പോഴും ഉണ്ടാകുമല്ലോ അല്ലെ? 2 വർഷം എപ്പോഴും ഉണ്ടാവും. ഏത് കാര്യം നമ്മെ തല്ലിയാലും 2 വർഷം നമ്മൾ കേട്ടിട്ടില്ലേ? അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ ഈ 2 വർഷത്തിനിടയ്ക്ക് നമ്മൾ ഒരു വർഷത്തിന്റെ കൂട്ടത്തിലല്ല, കളിക്കുകയോ കളിക്കാതിരിക്കുകയോ എന്നെ വെള്ളം ചെയ്യട്ടെ. നമ്മളങ്ങനെ പുസ്തകം തുറന്നു വെച്ച് ചില കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോയപ്പോ ആ വിഷയവുമായി ബന്ധപ്പെട്ട്, അതായത് ഈ ആരാധനയുമായി ബന്ധപ്പെട്ട് ആളുകൾ ഈ സംഭവത്തിന് ശേഷം പലരും അവരുടെ കമന്റ്സ്, അവരുടെ അഭിപ്രായങ്ങളൊക്കെ പലയിടത്തും രേഖപ്പെടുത്തുന്നുണ്ട്. സീനിയർ വിശ്വാസികൾ, ജൂനിയർ വിശ്വാസികൾ, സീനിയർ പാസ്റ്റേഴ്സ് എല്ലാവരും. അപ്പൊ അവരൊക്കെ ഇങ്ങനെ പറഞ്ഞു പോയ ഒരു വാചകമാണ് ഞാൻ നിങ്ങളോട് രാവിലെ പറഞ്ഞത്. അതായത് ദാവീദ് പെട്ടകത്തിന്റെ മുമ്പിൽ നൃത്തം ചെയ്ത് ആരാധിച്ചു എന്ന്. അപ്പോ ഞാൻ അങ്ങനെ പറഞ്ഞപ്പോ നിങ്ങളും അങ്ങനെ പറഞ്ഞു. അത് സാരമില്ല. നമ്മളെങ്ങനെ എല്ലാ കാര്യങ്ങളും എന്തുമാത്രമാണെന്നറിയോ പെന്തിക്കോസുകാരുടെ തലയിലിരിക്കുന്ന പരമ്പരാഗതമായി ഇങ്ങനെ കേട്ടുപോയിരിക്കുന്ന തിരുത്തണം പല കാര്യങ്ങളും. കത്തോലിക്കരുടെ ഇടയിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ അവരങ്ങനെ പിടിച്ചിരിക്കുന്ന ഒരു സാധനമാണ്, പത്രോസേ നീ പാറയാകുന്നു, പാറപ്പുറത്ത് പള്ളി പണിയുന്നു. അതുപോലെ നമ്മൾ ഒത്തിരി പള്ളി പണിയുന്നുണ്ട്, അതെല്ലാം തിരുത്തണം. പല കാര്യങ്ങളും ഉണ്ട് അങ്ങനെ. അതൊക്കെ നമ്മൾ ആഴത്തിൽ പഠിച്ചു വരുമ്പോഴാണ് മനസ്സിലാകുന്നത്. ഓക്കെ, അങ്ങനെ നമ്മൾ കണ്ടെത്തിയ ഒരു കാര്യമാണ്, ദാവീദ് പെട്ടകത്തിന്റെ മുമ്പിൽ നൃത്തം ചെയ്തു. അത് സത്യമാണ്. നൃത്തം ചെയ്ത് ആരാധിച്ചെന്നൊന്നും എഴുതിയിട്ടില്ല, നൃത്തം ചെയ്തു. അപ്പൊ ദാവീദ് എന്തുകൊണ്ട് പെട്ടകത്തിന്റെ മുമ്പിൽ നിന്ന് നൃത്തം ചെയ്തു എന്ന് ഓടിച്ചങ്ങ് പറഞ്ഞു വിട്ടാൽ മതി. എന്നിട്ട് എനിക്ക് പുതിയ നിയമ ആരാധന എന്ന കാര്യത്തിലേക്ക് പറഞ്ഞുകൊണ്ട് വന്നാൽ മതി. ഞാൻ പറയാനായിട്ട് താല്പര്യപ്പെട്ട് തുറന്നു വെച്ചത് എബ്രായ ലേഖനമാണ്. എബ്രായ ലേഖനത്തിൽ നിന്നാണ് എനിക്ക് പറയേണ്ടിയിരുന്നത്. പക്ഷേ ഞാൻ നോക്കിയപ്പോൾ അങ്ങനെ ഓടിച്ചാടി പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു ഇച്ചിരി മുഖവുര പറയാം. അങ്ങനെയാണ് രാവിലെ ആ മുഖവുരയിൽ പറഞ്ഞു തുടങ്ങിയത്. അത് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടോ പറഞ്ഞ കാര്യങ്ങൾ? കുറച്ചു പേർക്കൊക്കെ പ്രയോജനപ്പെട്ട് കാണും. അപ്പോൾ അങ്ങനെ നമ്മൾ ഇങ്ങനെ പുറകോട്ട് പോയി. ശരിക്കും പുറകോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ വരെ പോകും, ഒത്തിരി അങ്ങ് പോവാ. എന്നാലും മിസ്രൈം വരെ പോയാൽ അവിടെ നിന്ന് ഇസ്രായേലിനെ വിടുവിച്ചു കൊണ്ടുവരികയാണ്. പെസഹായും ചോരത്തലി ആചരിച്ച് ചെങ്കടലും കടത്തി മരുഭൂമി വഴിയായി മുൻപോട്ട് കൊണ്ടുപോകുമ്പോൾ ഹോരേബിൽ വെച്ച്, ഹോരേബ് എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ജംഗ്ഷനാണ്. ഞാൻ നമ്മുടെ സഹോദരങ്ങളോട് സാധാരണ ഈ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുമ്പോൾ ഈ ബൈബിളിന്റെ ഒരു ഗൗരവം പഠിപ്പിക്കാൻ ഒരു ഗ്രാഫ് വരയ്ക്കുന്ന പോലെ, അല്ലെങ്കിൽ ഒരു പിക്ചർ വരയ്ക്കുന്ന പോലെ ഒരു എൻഡിൽ നമ്മൾ ഏതെങ്കിലും തോട്ടത്തെ അങ്ങ് നിർത്തും, ഒരു പോയിന്റ്. അത് കഴിഞ്ഞിട്ട് കുറച്ച് നീക്കിയിട്ട് ഒരു ഡോട്ട് വരയ്ക്കും, അല്ലെങ്കിൽ ഒരു പോയിന്റ്. അതാണ് ഊര്. അബ്രഹാം ഊരിൽ നിന്ന് പുറപ്പെട്ടു പോകുന്നില്ലേ? ഊരൊരു പ്രധാനപ്പെട്ട ജംഗ്ഷനാണ്. അത് കഴിഞ്ഞ് കുറച്ചുകൂടെ നീങ്ങി ഒരു ജംഗ്ഷനും കൂടെ വരയ്ക്കും. ആ സ്ഥലത്തിന്റെ പേരാണ് ഹോരേബ്. സീനായി പർവ്വതത്തിന്റെ അടിവാരം ഹോരേബ്. അടുത്തൊരു പോയിന്റ്. ഇപ്പൊ മൂന്ന് കാര്യം ഞാൻ പറഞ്ഞു. 4ാമത് ഒന്നുകൂടെ വരയ്ക്കും. ആ 4ാമത്തതാണ് കാൽവറി. അത് കഴിഞ്ഞിട്ട് ഇനി ഒന്നുകൂടെ വരയ്ക്കും. അത് വെളിപ്പെടാൻ പോകുന്ന പുതിയ ഭൂമിയിൽ ഇറങ്ങി വരുന്ന ദൈവത്തിന്റെ നഗരം, പുതിയ യെരൂശലേം എന്ന് പറയുന്ന നഗരം. ഇപ്പൊ മൊത്തം എത്രണ്ണം പറഞ്ഞു? 5 പോയിന്റ് പറഞ്ഞു. 5 പോയിന്റിൽ 66 പുസ്തകം വന്നോ ഇല്ലയോ? തോട്ടത്തിൽ ദൈവമായിട്ടുള്ള ബന്ധത്തിലിരുന്ന മനുഷ്യൻ പാപനിമിത്തം തോട്ടത്തിൽ നിന്ന് പുറത്തായി. അവനങ്ങനെ ദൈവത്തിൽ നിന്ന് അകന്നുപോയി. അതിനിടയിൽ നോഹയുണ്ട്. നോഹയെ ഞാൻ മനഃപൂർവ്വം വിട്ടതാണ് തൽക്കാലത്തേക്ക്. അങ്ങനെ പോയി അകന്നകന്ന് കിഴക്കോട്ട് പോയി ആ മനുഷ്യനെ തേടി ദൈവം വരികയാണ്. കിഴക്കോട്ട് വരികയാണ്. കിഴക്കാണ്. അങ്ങനെ കിഴക്കോട്ട് വന്ന് അബ്രഹാമിനെ പേര് ചൊല്ലി വിളിക്കുകയാണ്. അബ്രാമേ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. അതൊരു വിളിയാണ്. ആ വിളി, അയ്യോ, ആ വിളിക്കാതെ ഭയങ്കര കാര്യങ്ങളല്ലേ. അബ്രഹാം അങ്ങനെ വിളി കേട്ട് പുറത്തിറങ്ങി എവിടേക്ക് പോകുന്നു എന്നറിയാതെ ഒരു യാത്ര പോവുകയാണ്. ആ യാത്ര നമ്മളൊക്കെയായി ബന്ധപ്പെട്ട യാത്രയാ കേട്ടോ.
അങ്ങനെ യാത്ര പോയി താനെ പിന്നത്തേതിൽ നമുക്കറിയാം. യാത്രയിലിടയ്ക്ക് സ്റ്റോപ്പ് ചെയ്തു, പിന്നെ മുന്നോട്ട് വന്നതും അങ്ങനെ കനാനിലെത്തിയതും ഒക്കെ നമുക്കറിയാം. അങ്ങനെ കനാനിലെത്തിയ അബ്രഹാമിനൊരു മകനുണ്ടായി ഇസഹാക്ക്, ഇസഹാക്കിനൊരു മകനുണ്ടായി യാക്കോബ്, യാക്കോബിന് 12 മക്കളുണ്ടായി. അവർ പിന്നത്തേതില് മിസ്രൈമില് അടിമത്തത്തിൽ കടന്നു. അങ്ങനെ മിസ്രൈമിൽ അടിമത്തത്തിൽ കിടന്ന് അവരെ വലിയവനായ ദൈവം വിടുവിച്ചു കൊണ്ടുവന്നു എന്ന് നമ്മൾ പറഞ്ഞല്ലോ. അങ്ങനെ അവർ മിസ്രൈമിൽ കിടന്നപ്പോൾ അവിടെ വളരെ തൃപ്തരായിരുന്നു. മിസ്രൈമിൽ പരദേശികളായി പാർത്ത അവരവിടെ തൃപ്തരായിരുന്നു. ഒടുക്കമായപ്പോ തൃപ്തരായിരുന്നു. എന്നാൽ പുറപ്പാട് പുസ്തകത്തിൽ ഒരു വാക്യമുണ്ട്, ഒരു ചെറിയ വാക്യം, സിംഗിൾ ലൈൻ. അതായത് ജോസഫിനെ അറിയാത്തൊരു ഫറവോ അവിടെ രംഗത്ത് വന്നു. ഇതുവരെ ജോസഫുമായി ബന്ധപ്പെട്ട ഒരു ചില ഫേവറുകളൊക്കെ കിട്ടിക്കൊണ്ടിരുന്നവരാണ് ഇസ്രായേൽ ജനം. എന്നാൽ ജോസഫിനെ അറിയാത്ത ഫറവോയെ ദൈവം നിയമിച്ചു എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? ഇനി അവർക്ക് പരിഗണനകളൊന്നും കിട്ടത്തില്ല. പിന്നത്തേതിൽ എന്താ സംഭവിച്ചതെന്ന് നമുക്കറിയാം. അതെന്താ അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് ദൈവം അവരെ വിട്ടത്? അബ്രഹാം ഊരിൽ നിന്ന് പുറപ്പെട്ട കാര്യം ഓർമ്മയിൽ വെക്കണം. അബ്രഹാം കനാനിൽ വന്നു. ആ കനാനുമായി ബന്ധപ്പെട്ട് ഈ പുസ്തകത്തിനകത്ത് ഗൗരവമായ കാര്യങ്ങളുണ്ട്. എന്നാൽ ഇപ്പോൾ ഇസ്രായേൽ ജനം മിസ്രൈമിൽ കിടക്കുകയാണ്. അവിടെ അവർ നല്ല നിലയിൽ എത്തി. ഒരു സമയം കഴിഞ്ഞപ്പോൾ വലിയ ബാങ്കിങ്ങും അല്ലെങ്കിൽ ഫാമും കന്നുകാലി വളർത്തലും പരിപാടിയും ഒക്കെ ഉണ്ടായിരിക്കുന്നതാണ് എൻ്റെ ഒരു ചിന്ത. ഇസ്രായേലല്ലേ, അവരതൊക്കെ ചെയ്തു കളയും. അങ്ങനെ ഇരിക്കുമ്പോൾ ജോസഫിനെ അറിയാത്ത ഫറവോയെ രംഗത്ത് കൊണ്ടുവന്ന്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചില സമയത്ത് അങ്ങനെ ജോസഫിനെ അറിയാത്ത ഫറവോമാരെ കൊണ്ടുവരും. ഇന്ത്യ മഹാരാജ്യത്ത് ഇപ്പോ നമ്മളെ ഭരിക്കുന്ന പ്രധാനമന്ത്രി വരുന്ന ആ ഒരു സമയത്ത് ഇവിടെ ആകപ്പാടുകൂടി അങ്കലാപ്പായിരുന്നു. എന്തായി തീരുമെന്നൊക്കെ പറഞ്ഞ് വലിയ ബഹളങ്ങളും പ്രാർത്ഥനകളും ഒക്കെ ഉണ്ടായി. അപ്പോൾ ദൈവം ചില സമയത്ത് അങ്ങനെയൊക്കെ ഉള്ള പുള്ളികളെ, ഇങ്ങനെയുള്ള പുള്ളികളെ ഒക്കെ ആക്കും. അതെന്തിനാ? നമ്മളെ ചുമ്മയൊന്ന് ഇളക്കാൻ വേണ്ടിയിട്ടാണ്, ഇസ്രായേലിനെ ഇളക്കാൻ വേണ്ടിയിട്ടാണെന്ന് അങ്ങനെ ഒരു ഫറവോയെ ആക്കിയത്. അല്ലാതെ ഇസ്രായേലിന് ഫേവറായിട്ടുള്ള ഫറവോയാണ് അവിടെ ഉള്ളതെങ്കിൽ ഇവര് ജമ്മത്ത് അവിടെ നിന്ന് പോവോ? ഒരു 4-5 മുറി, പിന്നെ നല്ല 2-3 കാറും ഒക്കെ ഉള്ള ഒരു വില്ലയൊക്കെ ബാംഗ്ലൂരിൽ സ്വന്തമായിട്ടുണ്ടെങ്കിൽ കാഹളം തൊലിച്ചാലും കർത്താവെ ഇതൊന്ന് ഒതുക്കിയിട്ടിട്ട് വരാം എന്ന് ചിലപ്പോൾ നമ്മൾ പറഞ്ഞു കളയും. സെറ്റിൽഡ് ആകുക എന്ന് പറയും. അങ്ങനെ സെറ്റിലായി കഴിഞ്ഞാൽ പിന്നെ വലിയ പാടാ കുറ്റിയും പറഞ്ഞ് പോകാനായിട്ട്. അപ്പൊ അവരും അങ്ങനെ കുറ്റി പറിക്കാൻ പാടായിട്ട് കിടക്കുമ്പോഴാണ് ഇളക്കിയത്. നമ്മളെയൊക്കെ ഇളക്കും ചില സമയത്ത്. അതിപ്പോ രോഗമാകാം, പലതും ആകാം. നമ്മളിപ്പോ ഒരു സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ലേ? അവർ ഓസ്ട്രേലിയയിൽ ആണ്. അവര് ഒരു മത്തോമ ബാക്ക്ഗ്രൗണ്ടിലുള്ള സഹോദരിയാണ്. അവരുടെ ഒരു കസിൻ നമ്മുടെ ഒരു വിശ്വാസിയാണ്. അവർ നിരന്തരം സുവിശേഷം അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നതാണ്. എന്തായാലും കേൾക്കാൻ മനസ്സുണ്ട്. പക്ഷെ താനിപ്പോ ഒരു വലിയ പ്രതിസന്ധിയിൽ അകപ്പെട്ടു. നമ്മൾ കേട്ടതുപോലെ 2 കിഡ്നി ഫെയിലിയറായി. എനിക്ക് ഇന്ന് ഉച്ച കഴിഞ്ഞ ഏതൊരു സമയത്ത് മെസ്സേജ് വരുന്നത് പല രീതിയിലാണ് ഇളക്കുന്നത്. അത് അവരുടെ കാര്യത്തിൽ വേറെ രീതിയിലാകട്ടോ. നമ്മൾ വിശ്വാസി സമൂഹത്തോടുള്ള ബന്ധത്തിൽ പറഞ്ഞു വന്നാൽ നമ്മളെ പല കാര്യങ്ങളും ഓർമ്മിപ്പിക്കാനും കാഹളം ധരിക്കാൻ കാലമാകുമ്പോൾ അതിനുവേണ്ടി സജ്ജമാകാനൊക്കെ നമ്മുടെ കാര്യത്തിൽ. അവരുടെ കാര്യത്തിൽ എന്താ? അവര് സൃഷ്ടാവിനെ കണ്ടെത്തണം, പരിജ്ഞാനത്തിൽ കണ്ടെത്തണം, രക്ഷ ആസ്വദിക്കണം. വേണം രക്ഷിച്ചവരോട് ചേരുവാൻ സ്നാനമേൽക്കണം, അങ്ങനെ ആത്മാവിൽ നിറയണം, ഉയരത്തിലെ ശക്തി ധരിക്കണം. അങ്ങനെ ഈ ഭൂമിയിൽ ജയകരമായി ജീവിച്ച് മുന്നോട്ട് പോകണം. അതിനൊരു തുടക്കം വേണം. ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും ഇളക്കുന്നത്, നമുക്കറിയില്ല. അപ്പൊ ഞാൻ ഇസ്രായേലിന്റെ കാര്യം പറഞ്ഞേ. അപ്പോ അവരെ അങ്ങനെ അവിടെ നിന്ന് പുറപ്പെടുവിക്കുന്നതിന്റെ പിന്നിലുള്ള വലിയൊരു കാര്യം എന്ന് പറയുന്നത്, ഇവര് കനാനിലേക്ക് മടങ്ങി വരണം. കനാനിലേക്ക് മടങ്ങി വന്നിട്ട് ആ കനാനിലുള്ള ഒരു സ്ഥലത്തിന്റെ പേരാണ് ബത്ലഹേം. ആ ബത്ലഹേമിൽ ഒരു ചരിത്രം നടക്കാനുണ്ട്. അപ്പോ ഇവര് കനാനിലേക്ക് മടങ്ങി വന്നില്ലെങ്കിൽ, മടങ്ങി വരാതിരിക്കാൻ പറ്റില്ലല്ലോ, മടങ്ങി വരണം. അപ്പൊ അതിന്റെ ആ ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. അവർ കനാനിലേക്ക് മടങ്ങി വരുന്നു. കാലങ്ങൾ മുൻപോട്ട് പോയി കഴിയുമ്പോൾ ജോസഫും മറിയയും അവര് ഭൂമിയിൽ ജനിക്കുമല്ലോ. ജോസഫും മറിയും, വിശുദ്ധ മറിയും അവര് ഭൂമിയിൽ ജനിക്കുന്നു. അവരിലൂടെയാണ് മശിഹ പുറത്തേക്ക് വരേണ്ടത്, അല്ലേ? അബ്രഹാമിന്റെ കൊച്ചുമകളായ മറിയ, അബ്രഹാമിന്റെ കൊച്ചുമകനായ ജോസഫ്, അവരെയാണ് ആ ഉദ്യമത്തിന് വേണ്ടി തെരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പൊ അവരുടെ പൂർവ്വന്മാർ ഇപ്പൊ ഇസ്രായേലിൽ കിടക്കുകയാണെന്ന് പറഞ്ഞാൽ അവിടെ എന്നും കിടന്നാൽ മതിയോ? അപ്പൊ ദൈവത്തിന്റെ പദ്ധതിയാണ് ഇവര് കനാനിൽ വരണം, ബത്ലഹേമിൽ ഈ ചരിത്ര സംഭവം നടക്കണം കാലസമ്പൂർണതയിൽ. എന്നും ഇസ്രായേലിൽ കിടക്കേണ്ടവരല്ല, അതിനുവേണ്ടിയാണ് ഇളക്കി ഓടിച്ചോണ്ട് പോകുന്നത്. അപ്പൊ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴാണ് ഞാൻ ഈ 5 കാര്യങ്ങൾ പറഞ്ഞു നിങ്ങളെ. അപ്പൊ ഊരെന്ത് പ്രാധാന്യമുള്ള സ്ഥലമാണെന്ന് മനസ്സിലാകുക. അബ്രഹാമിന്റെ മകനായ ദാവീദിന്റെ പുത്രനായ യേശുക്രിസ്തു വഴിയാണ് വിജാതീയരായിരുന്ന നമുക്ക് ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ സാവകാശം ഒരുങ്ങിയത്. അതിന്റെ ആരംഭം കുറിച്ചത് എവിടെയാണ്? ഊര് ചെറിയ സ്ഥലമല്ല. ഊരിന്റെ ഗൗരവം മനസ്സിലായോ? അബ്രഹാം എന്ന് പറയുന്ന മനുഷ്യൻ അന്ന് ഇറങ്ങി പുറപ്പെട്ടു. വാഗ്ദത്തം അവന്റെ മേലുണ്ട്, നിന്റെ സന്തതി മൂലമാണ് സകല ജാതികളും
അത് ആ സകല ജാതികൾ എന്ന് പറയുമ്പോൾ നമ്മളുണ്ട് അതിനകത്ത്. ഇസ്രായേലിന്റെ പാരമ്പര്യമൊന്നുമില്ലാത്ത നാം എല്ലാം അതിനകത്തുണ്ട്. നാം അനുഗ്രഹിക്കപ്പെടുവാൻ പോവുകയാണ്. അതിനോടനുബന്ധിച്ച് അബ്രഹാമിനോട് പറഞ്ഞ അതായത് ഉൽപ്പത്തി 12-ാം അധ്യായത്തിലെയും 17-ാം അധ്യായത്തിലെയും 1-2 വാക്യങ്ങളെ ചേർത്ത് വെച്ച് ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പറയുന്നില്ലേ എന്താ? അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുയേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് എന്ന വിഷയം. ആ ഒരു വാക്യം പെന്തിക്കോസ്റ്റുകാരും ന്യൂ ജനറേഷൻ പെന്തിക്കോസ്റ്റുകാരും രണ്ട് രീതിയിലാണ് പഠിപ്പിക്കുന്നത്. ന്യൂ ജനറേഷൻ പെന്തിക്കോസ്റ്റ് എന്ന് പറയുന്ന അത്തരം കൂട്ടങ്ങളിൽപ്പെട്ട ആളുകൾ പഠിപ്പിക്കുന്നത് അബ്രഹാമിന്റെ തൊഴുത്തിലുള്ള മുഴുവനും ആടിന്റെയും കണക്കെടുത്തിട്ട് അത് മുഴുവനും ഇങ്ങോട്ട് പോരും. അബ്രഹാമിന് ഏതെല്ലാം ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടോ ആ അക്കൗണ്ട് പ്രകാരം അതിന് പ്രകാരമുള്ളത് അതുപോലെ നമുക്ക് കിട്ടും എന്നുള്ളതാണ് ആ ഒരു ടീച്ചിങ്. എന്നാൽ പെന്തിക്കോസ്റ്റിന്റെ പൂർവന്മാർ അങ്ങനെയല്ല പഠിപ്പിച്ചത്. പെന്തിക്കോസ്റ്റിന്റെ പൂർവന്മാര് പഠിപ്പിച്ചത് വേഗം കേട്ടോ, നമുക്ക് ലഭിക്കാൻ പോകുന്ന, അതായത് അബ്രഹാമിലൂടെ നമുക്ക് ലഭിക്കാൻ പോകുന്ന അനുഗ്രഹം എന്ന് പറയുന്നത്, അബ്രഹാമിലൂടെ നമുക്ക് ലഭിക്കുന്ന ഗംഭീരമായ ഒരു അനുഗ്രഹം, പുതിയ നിയമ ഭക്തന്മാർക്ക് ലഭിക്കുന്ന അനുഗ്രഹം ഗലാത്യ ലേഖനത്തെ മുൻനിർത്തിക്കൊണ്ട് ഞാൻ പറയാം. എന്തായിരിക്കും പുതിയ നിയമ ഭക്തന്മാർക്ക്? ഞാൻ പറഞ്ഞു, ലോകമെമ്പാടുമുള്ള ന്യൂ ജനറേഷൻ പെന്തിക്കോസ്റ്റുകാർ അതിന്റെ അപ്പോസ്തലന്മാരെല്ലാം പഠിപ്പിക്കുന്നത് അബ്രഹാമിനുള്ളതുപോലെ നമ്മൾ കോടീശ്വരന്മാരാകും. ഇന്നല്ലെങ്കിൽ നാളെ മിസ്റ്റർ മുകേഷ് അംബാനിയെ നമ്മൾ തെള്ളി താഴെയിടും, അവനെ പാപ്പരാക്കിയിട്ട് നമ്മൾ കോടീശ്വരന്മാരാകും എന്നുള്ളതാണ് ന്യൂ ജനറേഷൻ പെന്തിക്കോസ്റ്റ് ടീച്ചിങ്. എന്നാൽ പെന്തക്കോസ്റ്റ് ടീച്ചിങ് അനുസരിച്ച് നമ്മൾ അതിനെങ്ങനെ മറുപടി പറയാം? നിങ്ങളതിന് ആമീൻ പറയൂ. മുകേഷ് അംബാനിനെ താഴെ ഇട്ടിട്ട് നമ്മളവിടെ കയറിയിരിക്കുന്നു. 1-ാം സ്ഥാനം, ഇന്ത്യയിലെ 1-ാം സ്ഥാനം. ഏതോ ഒരു ലക്ഷ്മി ആരാധിക്കുന്ന ആളാണ് പുള്ളിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കോടീശ്വരൻ. ഇവിടെ രാവിലെ മുതൽ പാതിരാത്രി വരെ പാട്ടും പ്രാർത്ഥനയായിട്ടിരിക്കുന്ന പെന്തിക്കോസുകാരൊന്നും 1-ാം സ്ഥാനത്തും 2-ാം സ്ഥാനത്തുമായിട്ട് 100 സ്ഥാനത്ത് പോലും ഇല്ല. എന്റെ കയ്യിൽ ലിസ്റ്റ് ഉണ്ട് കേട്ടോ, ഫോബ്സ് മാഗസിന്റെ ലിസ്റ്റ് ഉണ്ട്. അവരാ ലിസ്റ്റ് പുറത്തു വിടുന്നത്. ഇന്ത്യയിലെ 100 കോടീശ്വരന്മാരിൽ ഒരു പെന്തിക്കോസുകാരൻ പോലും ഇല്ല. ലോകത്തിലെ 100 കോടീശ്വരന്മാരുടെ ലിസ്റ്റിൽ ഒരു പെന്തിക്കോസുകാരൻ പോലും ഇല്ല. ന്യൂ ജനറേഷനും ഇല്ല, ഓൾഡ് ജനറേഷനും ഇല്ല, ഒരു ജനറേഷനും ഇല്ല. മലയാളക്കരയിലെ കോടീശ്വരന്മാരുടെ ലിസ്റ്റിൽ ഓരോ ഒറ്റ കോടീശ്വരനുമില്ല, കുമ്പനാടുകാരനുമില്ല, മുളക്കുഴക്കാരനുമില്ല, പൊന്നൂരുകാരനുമില്ല, തിരുവല്ലാക്കാരനുമില്ല, ഒരു കാരനുമില്ല. എന്താ അങ്ങനെ പറ്റിപ്പോയത്? 100 കൊല്ലമായാലേ പാട്ടും പ്രാർത്ഥന ഉപവാസമൊക്കെ ആയിട്ടിരിക്കുന്നു. ഓരോ ഒറ്റ കോടീശ്വരനെങ്കിലും ആ ലിസ്റ്റിൽ കൊണ്ടുവരാൻ കുറഞ്ഞ് നമ്മുടെ തങ്കുച്ചായനെങ്കിലും വന്നാൽ മതിയായിരുന്നു. പേരിനെങ്കിലും നമുക്ക് പറയാമായിരുന്നു. ഒരു കുഞ്ഞു പോലുമില്ല. 1-ാം സ്ഥാനക്കാരുടെ പേരറിയാവോ സഹോദരിമാർക്ക്? അതൊന്നും നമ്മുടെ സബ്ജക്റ്റ് അല്ല. അതുകൊണ്ട് പിന്നെ നിങ്ങളുടെ സബ്ജക്റ്റ് അല്ലെന്നറിയാം. ഇലോൺ മസ്കോ മലയാളക്കരയിലെ കോടീശ്വരന്മാരുടെ പേരാ ചോദിച്ചത്. 1-ാമന്റെ പേര്, ദൈവമേ ഞാൻ ഡാൻസുമായിട്ട് നിൽക്കേണ്ട ആളാണ്. ഇതൊക്കെ ട്രാക്ക് മാറി പോകുന്നുണ്ടോ? ആരെങ്കിലും പ്രയോജനപ്പെടാൻ വേണ്ടിയായിരിക്കും ഇങ്ങനെ കൊണ്ടുപോകുന്നത്. കണ്ടോ? സഹോദരന്മാരോട് ചോദിക്കണം, അവർക്കറിയാം. എന്നാൽ ഏതോ 1-2 സഹോദരിമാര് പറഞ്ഞു, എം.എ. യൂസഫ് അലി. കഴിഞ്ഞ ഒരാഴ്ച ഞാൻ തൃപ്രയാർ എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു. തൃപ്രയാർ തൃശ്ശൂർ ജില്ലയിലെ പടിഞ്ഞാറൻ ഭാഗമാണ് തൃപ്രയാർ. ഹൈവേയുടെ ഇങ്ങേ സൈഡിൽ ഞാനിരുന്നു, അങ്ങേ സൈഡിൽ യൂസഫ് അലി ഇരുന്നു. പുള്ളിയുടെ കൊട്ടാരത്തിൽ, ശരിക്കും കൊട്ടാരമാണ്. ഒരു പെന്തിക്കോസുകാരനും ആ വർക്ക് ഈ വർക്ക് മറ്റേ വർക്കിന്റെ ഒന്നും വീട് നിങ്ങൾ ഓർക്കണ്ട, അതൊന്നും ഒക്കില്ല. അതുപോലത്തെ കൊട്ടാരമാണ്. ആ കൊട്ടാരത്തിൽ നിന്ന് പുള്ളി രാവിലെ, എന്റെ തലയ്ക്ക് മീതെയാ പുള്ളി രാവിലെ നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് പോകുന്നത് ഹെലികോപ്റ്ററിൽ. ഞാനോ പെന്തിക്കോസുകാരൻ, എന്റെ തലയ്ക്ക് മീതെ ഒരു ചങ്ങാതി പറപ്പിച്ചോണ്ട് പോവുക. ഞാൻ ഈ പുത്തകം പിടിച്ചോണ്ട് നടക്കുന്ന മനുഷ്യൻ. ഇനി എനിക്ക് എന്തെങ്കിലും കുറവുണ്ടെന്ന് വിചാരിച്ചു. ഞാൻ ഇങ്ങനത്തെ കടുപ്പക്കാരനായതുകൊണ്ട് എനിക്ക് ഏതെങ്കിലും ഹെലികോപ്റ്റർ കിട്ടില്ലെന്ന് വിചാരിക്കാം. കടുപ്പം കുറഞ്ഞ ഒത്തിരി പെന്തിക്കോസ് ഉണ്ടല്ലോ മലയാളക്കരയില്. അവർക്കാർക്കും എന്താ ഹെലികോപ്റ്റർ കിട്ടാത്തത്? ഞാനും ഇങ്ങനെയാണല്ലോ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ശൈലി മനസ്സിലായി. അതുകൊണ്ട് എനിക്ക് ഹെലികോപ്റ്ററിന്റെ ലീവ് പോലും കിട്ടില്ല. പക്ഷെ ബാക്കി പെന്തിക്കോസിന് എന്താ കിട്ടാത്തത്? 2-ാം സ്ഥാനം രവി പിള്ളയല്ലേ? രവി പിള്ള, കൊല്ലംകാരൻ രവി പിള്ള. 3-ാം സ്ഥാനം, പിന്നെ 3-ാം സ്ഥാനത്ത് PNC മേനോൻ വരാറുണ്ട്, ബാംഗ്ലൂരിലുള്ള, അല്ലെങ്കിൽ ഒറ്റപ്പാലംകാരനോ ഒക്കെ ആയിട്ട്. ശോഭ ഡെവലപ്പേഴ്സിന്റെ, അതല്ലാതെ സണ്ണി വർക്കി, ജെംസ് എഡ്യൂക്കേഷൻ കൊട്ടാരക്കരക്കാരൻ, എണ്ണം പറഞ്ഞ മർത്തോമക്കാരനാണ്. ഇവരൊക്കെ 1, 2, 3 സ്ഥാനം എടുക്കുമ്പോൾ നമ്മുടെ പെന്തിക്കോസ് ഇങ്ങനെ പുറകെ പോകാൻ കൊള്ളാവോ? ചിന്തിക്കണം കേട്ടോ. ഇതൊക്കെ ഞാൻ വലിയ വമ്പന്മാരുടെ മുമ്പിൽ പ്രസംഗിച്ച് അവരിങ്ങനെ ശ്വാസപ്പെടുന്ന കണ്ടിട്ടുണ്ട്. നോക്കണം, നമ്മൾ സേവിക്കുന്ന ദൈവം, ആ ദൈവം ആരാ? ഈ ലോകത്തിൽ ഏറ്റവും വലിയ കോടീശ്വരനെ സൃഷ്ടിച്ച ദൈവമാ. ആരാത്? ശലോമോൻ. ഒരു സമയത്ത് ലോക ചരിത്രത്തിൽ ഏറ്റവും വലിയ കോടീശ്വരൻ ആരായിരുന്നു? ശലോമോൻ. ശലോമോന്റെ ദൈവമാണ് എന്റെയും ദൈവം.
അല്ലെലിയൊന്നും പറയണ്ട. ശലോമോന്റെ ദൈവമാണ് എന്റെയും ദൈവം, നിങ്ങളുടെയും ദൈവം. പക്ഷേ ശലോമോനെ കോടീശ്വരനാക്കിയ ദൈവം പാവം പിടിച്ച പത്രോസ് പറഞ്ഞു, എല്ലാം വീട്ടിൽ തന്നെ അനുഗമിക്കുക. എന്നാ കിട്ടൂന്ന് ചോദിച്ചു. എന്നിട്ട് എന്നാ കിട്ടിയത് കൊടുക്കും? കുരിശേല് തല കീഴായിട്ട് കെട്ടി തൂക്കിയിട്ടു. അത്ര തന്നെ ഒടുക്കം കിട്ടിയത് അതല്ലേ? അത് BMW ആണോ പത്രോസിന് കിട്ടിയത്? അത് ബെൻസ് ആണോ കിട്ടിയത്? കേട്ടോ, ഒരു കാര്യമില്ലാത്ത കാര്യം ഈ പറഞ്ഞതൊക്കെ ഇപ്പൊ ഇങ്ങോട്ടൊന്നും വരേണ്ട കാര്യമില്ല. അപ്പൊ സഹോദരങ്ങളെ, അവിടെയൊക്കെ മർമ്മങ്ങളുണ്ട്. ദൈവം അനുവദിച്ച് നമുക്ക് പിന്നീടൊക്കെ ചിന്തിക്കാം. നമ്മുടെ വിളി ഇതൊന്നുമല്ല. ഞാനൊരു 5 ഡോട്ട് ഇടാൻ പോയി ഇതിനിടയ്ക്ക്. ആവശ്യമില്ലാത്ത കാര്യമായിരുന്നു. അത് ഇട്ടതുകൊണ്ട് സംഭവിച്ചതാ. അത് ഇട്ടതെന്താ? ഏതൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കിയവന്റെ പിൻതലമുറയാ നമ്മൾ, അല്ലേ? ആദാമി വർഗമല്ലായിരുന്നു നമ്മള്. പാപത്തിന് അടിമപ്പെട്ടവരല്ലായിരുന്നു. ഒരു കണ്ണിനും അലിവ് തോന്നാതെ തള്ളപ്പെട്ടവരല്ലായിരുന്നു. കഴുത്തൊടിക്കാൻ വെച്ചവരല്ലായിരുന്നു. എന്താ കഴുത്തൊടിക്കാൻ വെച്ചെന്ന് പറഞ്ഞത്? പുറപ്പാട് ദിവസം 13-ാം അധ്യായത്തിലേക്ക് വരുമ്പോ കഴുത്തൊടിക്കാൻ വെച്ച കഴുതകളെ കാണാം. അതായത് ഇസ്രായേലിലെ ആദ്യജാതൻ, മനുഷ്യന്റെ ആകട്ടെ മൃഗത്തിന്റെ ആകട്ടെ എല്ലാത്തിന്റെയും ആദ്യജാതനെ ആടിനെ കൊടുത്ത് എന്ത് ചെയ്യണം? ആടിനെ കൊടുത്ത് വീണ്ടെടുക്കണം. എന്നാൽ കഴുതയ്ക്ക് വേണ്ടി ആടിനെ കൊടുത്ത് ഏതെങ്കിലും മനുഷ്യൻ വിലപിടിപ്പുള്ള ആടിനെ കൊടുത്തിട്ട് ഒരു വിലയില്ലാത്ത കഴുതയ്ക്ക് വേണ്ടി ആരെങ്കിലും ആടിനെ കൊടുത്ത് വീണ്ടെടുക്കുവോ? വീണ്ടെടുത്തില്ലെങ്കിൽ എന്ത് ചെയ്യണം? കഴുത്തൊടിക്കണം. അങ്ങനെ ഇസ്രായേലിന്റെ തെരുവുകളിൽ എന്തുമാത്രം കഴുതകൾ അലഞ്ഞു നടക്കുന്നതെന്നറിയാവോ? അതിന്റെ ഒരു സമയത്താണ് കഴുത്തൊടിക്കുള്ളൂ. അപ്പൊ അങ്ങനെ കഴുത്തൊടിക്കാൻ വേണ്ടി അലഞ്ഞ് നടക്കുന്ന എന്തുമാത്രം കഴുതകളുണ്ടെന്നറിയാമോ? നോക്കണം. ആ കഴുത ആരെയാ റെപ്രസെന്റ് ചെയ്യുന്നത്? ആ കഴുത ആരെയാ സഹോദരങ്ങളെ റെപ്രസെന്റ് ചെയ്യുന്നത്? ഈ താഴെ ഇരിക്കുന്ന സഹോദരന്മാരിൽ ആരെങ്കിലും ഒരാൾക്ക് പറയാമോ ആ കഴുത ആരെയാ റെപ്രസെന്റ് ചെയ്യുന്നത്? ഞാൻ അങ്ങനെ ചോദിച്ചപ്പോ ചിലർ താഴേക്ക് കുനിഞ്ഞിരിക്കുക. അങ്ങനെ കുനിഞ്ഞാൽ എങ്ങനെയാ? നമുക്ക് ഇതൊക്കെ പറയണ്ടേ? ഇതൊക്കെ ആളുകൾ ചോദിക്കും നമ്മളോട്. ശരിക്കും ആരാ കുഞ്ഞുങ്ങളോടൊക്കെ ചോദിക്കാം, ആരെയാ കഴുത റെപ്രസെന്റ് ചെയ്യുന്നത്? ഒരു കാര്യം ചെയ്ത് മലയാള ബൈബിളല്ലേ കയ്യിലിരിക്കുന്നത്, പുറപ്പാട് ദിവസം 13:13 വായിച്ചു. സഹോദരങ്ങളെ, ഡാൻസും പരിപാടിയിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് ഈ കഴുത്തൊടിക്കാൻ വെച്ച കഴുതകളെ ഒന്ന് പരിചയപ്പെടുന്നതാണ്. ആ കഴുതകളായിരിക്കുന്നതല്ല. ഇവിടെ നിൽക്കുന്നതോ ഇതും വലിയ കഴുതയാണ്. കഴുത്തൊടിക്കാൻ വെച്ച കഴുതകളല്ലേ നമ്മൾ ഓരോരുത്തരും. നമുക്ക് വേണ്ടി, അതാ ഞാനൊരു വാക്ക് ഉപയോഗിച്ചു, ഒരു കണ്ണിനും അലിവ് തോന്നാതെ പുറംപറമ്പിൽ കിടന്നതാ, അല്ലേ? നമുക്ക് ഇസ്രായേൽ പൗരതയോടോ ആരാധനയോടോ ഈ സത്യദൈവത്തോടോ അവന്റെ കാര്യപരിപാടിയോടോ ഒക്കെ എന്തെങ്കിലും ബന്ധമുണ്ടായിരുന്നോ? നമ്മളെ കുറിച്ച് എഴുതിയിരിക്കുന്ന ഒരു വാക്യമുണ്ടല്ലോ, അപ്പോസ്തലപ്രവൃത്തി 14:16. അത് കറക്റ്റ് നമ്മുടെ കാര്യം. അപ്പോസ്തലപ്രവൃത്തി 14:16. ആക്ട്സ് ചാപ്റ്റർ 40 വേഴ്സ് 16. അതായത് അതിന്റെ പശ്ചാത്തലത്തിൽ നിന്ന് പറയുമ്പോൾ വേറെ പല കാര്യങ്ങളും പറയാനുണ്ട്. എന്നാൽ ഞാനൊരു രക്തചുരുക്കം നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരിക വാക്യത്തിൽ നിന്ന്. എന്താ കൊണ്ടുവരുന്നത്? കഴിഞ്ഞ കാലങ്ങളിൽ നമ്മയൊക്കെ നമ്മുടെ സ്വന്തം വഴി നടക്കാനായിട്ട്, അതായത് ഒരളവിൽ നമ്മള് ദൈവസന്നിധിയിലേക്ക് അടുക്കാനും തിരിയാനൊന്നും പ്ലാൻ ഇല്ലാത്തൊരു സമയത്ത് ദൈവം ചരട് അഴച്ചു വിട്ടു. അതായത് കയറെന്ത് ചെയ്തു? തൽക്കാലം അഴിച്ചങ്ങ് വിട്ടു. ഓക്കെ, പൊയ്ക്കോ. പക്ഷെ ഒരു സമയം കഴിഞ്ഞപ്പോ പതിയെ എന്ത് ചെയ്തു? തിരിച്ചു പിടിച്ചു. അങ്ങനെയല്ലേ നമ്മൾ അടുത്തടുത്ത് വന്നത്. ആ സമയത്തൊക്കെ നമുക്ക് ബോധിച്ചതുപോലെ എന്ത് ചെയ്തു? നടന്നവരല്ലേ? അങ്ങനെയല്ലേ? അതല്ലേ പറയുന്ന അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചു കിടന്നവരായിരുന്നു. എന്നുവെച്ചാൽ ദൈവമായിട്ടൊരു ബന്ധമില്ലാതെ ജീവിച്ചവരാണ് നമ്മൾ. അങ്ങനെ പോയ മനുഷ്യരാണ്. നമ്മെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് കഴുത്തൊടിക്കാൻ വെച്ചതാണെന്ന്. എന്നാൽ ഒരുവനായ ദൈവകുഞ്ഞാടിനെ നമുക്ക് പകരമായി കൊടുത്ത് കഴുത്തൊടിക്കാൻ വെച്ച നമ്മെ സ്വതന്ത്രമാക്കുകയല്ലേ ചെയ്തത്? അല്ലേ? കഴുത്തൊടിക്കാൻ വെച്ച നമ്മെ സ്വതന്ത്രമാക്കുകയാണ് ചെയ്തത്. ഇപ്പോ ഇവിടെ നിന്നുകൊണ്ട് ഈ ഭാഗമായിട്ട് ചേർന്ന് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള നാം ദൈവസന്നിധിയിൽ ആ വിടുതൽ ഓർക്കുമ്പോൾ, ഇതിനാണ് കേട്ടോ വിടുതൽ എന്ന് പറയുന്നത്. കഴുത്തൊടിക്കാൻ വെച്ചവനെ കഴുത്തൊടിക്കാതെ അതിന് പകരം ഒരു ആട്ടിൻകുട്ടിയെ കൊടുത്ത് നമ്മെ വീണ്ടെടുത്തു. നമ്മുടെ വീണ്ടെടുപ്പുകാരൻ നമ്മെ ചെയ്തു, വീണ്ടെടുത്തു. വീണ്ടെടുപ്പ് എന്നുള്ള വാക്കിനൊക്കെ വലിയ പ്രാധാന്യമാണ് ബൈബിളിൽ. റിഡംഷൻ, വീണ്ടെടുപ്പ്. വീണ്ടെടുപ്പിന് കൊടുത്തത് എന്താ?
ദേവാട്ടിൻകുട്ടിയാണ് നമുക്ക് പകരമായിട്ട് കൊടുത്തത്. അങ്ങനെ കഴുത്തൊടിക്കാൻ വെച്ച് നമ്മെ വീണ്ടെടുത്തു. നാം ഡാൻസ് ചെയ്യണ്ടേ? അങ്ങനെയൊക്കെയാ ചോദ്യം. അങ്ങനെ നമ്മൾ ഡാൻസ് ഒക്കെ ചെയ്ത് പോകണ്ടേ എന്നുള്ളതാണ് ആളുകൾ ചോദിക്കുന്നത്. പക്ഷെ ഈ കാര്യമൊന്നും പറഞ്ഞിട്ടല്ല അത് ചോദിക്കുന്നത്, ചുമ്മാ ഡാൻസ് കളിക്കാന്നാ പറയുന്നത്. ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും നമ്മൾ എവിടെ കിടന്നവരാണ്, ഏത് പടുകുഴി കിടന്നവരാണ്. നമ്മൾ പാടാറില്ലേ, ചേറ്റിലല്ലയോ കിടന്നത്, നാറ്റമല്ലയോ, അങ്ങനെയല്ലേ? അങ്ങനെയൊക്കെ പാടുന്നവരാണ്, ഏറ്റി കിടന്നവരാണ്. അങ്ങനെ കിടന്ന നമ്മെ അവിടുത്തെ സ്നേഹനിമിത്തം നീട്ടിയ ഭുജത്താലും വീര്യമുള്ള കരത്താലും കോരിയെടുത്തു, എന്നിട്ട് ഉറപ്പുള്ള പാറമേൽ കൊണ്ടുവന്നു. അതുകൊണ്ടാണ് തോട്ടത്തിൽ നിന്ന് പുറത്തിറങ്ങി വന്നവനെ വിടുവിക്കുവാൻ വേണ്ടി ദൈവം ഒരുവനെ കണ്ടു. അബ്രഹാമിന്റെ അനുസരണം ഓർത്തോണം. ആ മനുഷ്യനെ ഇറങ്ങി തിരിച്ചു, എവിടേക്ക് പോകുന്നു എന്നറിയാതെ. അവന്റെ തലമുറകളെ പിന്നത്തേത് ബാക്കിയൊക്കെ വിട്ടു കളഞ്ഞിട്ട് അങ്ങ് ഓടിച്ചു പറയും. അവരെ മിസ്രൈമിൽ നിന്ന് വിടുവിച്ച് കൊണ്ടുപോകുന്ന വഴിക്ക് ഹോരേബിൽ വന്നു. ആ ഹോരേബിൽ വെച്ചാണ് പ്രമാണം കൊടുക്കുന്നത്. അങ്ങനെ അവർ പ്രമാണമൊക്കെ ഏറ്റുവാങ്ങി അവിടെ വെച്ചാണ് അവര് ശരിക്കും ആ പൗരോഹിത്യത്തിന്റെ അനുഭവത്തിലേക്ക് വരുന്നത്. അവിടെയാണ് അത്യുന്നതനായ ദൈവം അവരുടെ നടുവിൽ വസിപ്പാൻ ഒരു മന്ദിരം ഉണ്ടാക്കണമെന്ന് പറഞ്ഞത്. അങ്ങനെയാണ് ടാബർനാക്കിൾ അഥവാ സമാഗമന കൂടാരം ഉണ്ടാക്കുന്നത്. തേജോമയനായ ദൈവം ഇസ്രായേൽ പാളയത്തിന്റെ ഒത്ത നടുവിൽ വസിച്ചു. അതൊരു ചരിത്ര സംഭവമാണ്. എന്തുകൊണ്ട് ഹോരേബ് എന്ന് പറഞ്ഞു എന്ന് ചോദിച്ചാൽ കുറെ കാര്യങ്ങൾ വേണേ പറയാനുണ്ട്. പക്ഷെ പെട്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് എങ്ങനെയായിരിക്കും ഗ്രഹിക്കുന്നതെന്ന് എനിക്ക് അറിയില്ലാത്തത് കൊണ്ട് ഞാൻ കുറച്ചങ്ങ് വിട്ട് കളഞ്ഞിട്ട് മുന്നോട്ട് വരിക. അതിനു മുമ്പുള്ള ചരിത്രത്തിലേക്ക് നമ്മൾ പോയാൽ പിന്നിലുള്ള കാലഘട്ടത്തെ നമ്മൾ മൊത്തത്തിൽ അങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മനസാക്ഷിയുഗമാണ്. ഇസ്രായേലിന് ന്യായപ്രമാണം കിട്ടുന്ന ആ ഒരു കാലം വരെ മനസാക്ഷിയുഗം എന്നുള്ള നിലയിൽ നമുക്ക് പരിഗണിക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ന്യായപ്രമാണ യുഗം എന്ന് പറയും. അപ്പോൾ ഈ മനസാക്ഷി യുഗത്തിലൊക്കെ ഭക്തന്മാരുണ്ട്. ഹാനോക്കിനെ നമുക്കറിയാം, അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ്, ഭക്തന്മാരായ പ്രവാചകന്മാരെ ഒക്കെ നമുക്കറിയാം. അവരോടൊക്കെ ദൈവം സംസാരിച്ചിട്ടുണ്ട്, ഇടപെട്ടിട്ടുണ്ട്, അവരുടെ അടുക്കൽ വന്നിട്ടുണ്ട്. എന്നാൽ അവരുടെ ആരുടെയും വീട്ടിൽ വസിച്ചതായിട്ടോ പാർത്തതായിട്ടോ നമ്മൾ പുസ്തകം പഠിക്കുന്നില്ല. ഇവിടെ മോശ വഴി ഇസ്രായേലിനോട് പറയാം, ഞാൻ നിങ്ങളുടെ നടുവിൽ വസിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന്. എത്ര ദിവസത്തേക്കാ? ഒരു ദിവസത്തേക്ക്, 2 ദിവസത്തേക്കല്ലോ ആണോ? ഞാൻ നിങ്ങളുടെ നടുവിലേക്ക് വരികയാണ്. ആരാ വരുന്നത്? ഒരുവനായ ദൈവം, പ്രപഞ്ച സൃഷ്ടാവായ ദൈവം ഈ ജനത്തിന്റെ നടുവിലേക്ക് ഇറങ്ങി വരികയാണ്. ലോകത്തിൽ അസംഖ്യം ജാതികളുണ്ട്, അസംഖ്യം ജനവർഗമുണ്ട്. എന്നാൽ അതിൽ നിന്നൊരു ചെറിയ കൂട്ടത്തെ, അതായത് അവർ കേമന്മാരല്ലെന്ന് ആവർത്തന പുസ്തകത്തിൽ എഴുതിയിരിക്കും നമുക്കറിയാം. അവർക്ക് മേന്മയില്ലായിരുന്നു, ശ്രേഷ്ഠതയില്ലെന്നല്ലേ നമ്മൾ വായിക്കുന്നത്. എന്നിട്ടും തിരഞ്ഞെടുത്തു. ആ തിരഞ്ഞെടുത്തവരുടെ നടുവിൽ വസിക്കാൻ ആഗ്രഹിക്കുന്നു. അതിനാണ് ഈ കൂടാരം ചമയ്ക്കാൻ പറഞ്ഞത്. അങ്ങനെ ആ കൂടാരം അവരുടെ പാളയത്തിന്റെ ഒത്ത നടുക്ക്, അതിൽ തേജോമയനായ ദൈവം ഇറങ്ങി നിൽക്കുന്നു. അങ്ങനെ പ്രമാണം ലഭിക്കപ്പെടുന്നു. ആ പ്രമാണപ്രകാരം അവർ മുൻപോട്ട് പോവുകയാണ്. ലഭിക്കപ്പെട്ട പ്രമാണം അനുസരിച്ച് മുൻപോട്ട് പോകുമ്പോൾ ഈ കൂടാരത്തിന്റെ, അതായത് മേഘം നീങ്ങുന്നതിനനുസരിച്ചാണല്ലോ അവരുടെ ക്യാമ്പ് മൂവ് ചെയ്യുന്നത്. അങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് ഈ കൂടാരത്തിനകത്തുള്ള കാര്യങ്ങളൊക്കെ അവർ മുൻപോട്ട് പോകുമ്പോൾ കൊണ്ടുപോകേണ്ടത് എങ്ങനെയെന്നുള്ള കാര്യമാണ് നമ്മൾ ഇന്ന് രാവിലെ ഒന്ന് മുഴുവൻ വായിച്ചില്ല, ജസ്റ്റ് ടച്ച് ചെയ്തു. സംഖ്യാപുസ്തകം 4-ാം അധ്യായത്തിൽ നിന്ന് അവിടെ നമ്മൾ കണ്ടു, പെട്ടകം മുൻപോട്ട് കൊണ്ടുപോകുമ്പോൾ എങ്ങനെ കൊണ്ടുപോകണം? കെഹാത്യർ അത് ചുമക്കാൻ വരണം. കെഹാത്യരുടെ ചുമലിൽ വെച്ചുകൊണ്ടാണ് ചുമന്നുകൊണ്ട് പോകേണ്ടത്. അങ്ങനെയാണ് നമ്മൾ കണ്ടത്. എന്നാല് കാലങ്ങൾ മുൻപോട്ട് പോയി. ഇസ്രായേല് യോർദാനും കടന്ന് വാഗ്ദത്ത ഭൂമിയിലെത്തി. വാഗ്ദത്ത ഭൂമിയില് ഗിൽഗാലിലാണ് ആദ്യം എത്തുന്നത്. അവിടെ നിന്ന് മുൻപോട്ട് പോയി യെരിഹോയൊക്കെ കടന്ന് മുൻപോട്ട് പോയി സമാഗമന കൂടാരം ആദ്യം ഗിൽഗാലിൽ അടിച്ചു. അത് കഴിഞ്ഞ് പിന്നെ ഷീലോവിൽ അടിക്കുന്നു. അങ്ങനെ ഷീലോവിൽ അടിച്ചൊരു കാലഘട്ടത്തെയാണ് നമ്മൾ ഇന്ന് രാവിലെ ഒന്ന് പുറകോട്ട് പോയി നോക്കി കണ്ടത്. ഷീലോവ് എന്ന് പറയുന്നത് ടെമ്പിൾ സിറ്റി ആണെന്ന് ഞാൻ പറഞ്ഞു. ടെമ്പിൾ സിറ്റി ഏതാണ്ട് 300 ചില്ലുവാനും വർഷം സമാഗമന കൂടാരം അവിടെയായിരുന്നു. ന്യായാധിപന്മാരുടെ കാലത്ത്, ജഡ്ജസിന്റെ കാലത്തെല്ലാം ഷീലോവിലായിരുന്നു കൂടാരം ഇരുന്നത്. അങ്ങനെ അതിന്റെ അവസാനത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത്, അതായത് ഏലി മഹാപുരോഹിതനായിരിക്കുന്ന സമയത്ത് കൂടാരം ഷീലോവിലാണ്. അവിടെ വെച്ചാണ് ഫെലിസ്ത്യർ ഇസ്രായേലിനെതിരെ യുദ്ധത്തിന് വന്നതും ഫെലിസ്ത്യർ യുദ്ധത്തിൽ അവരെ പരാജയപ്പെടുത്തിക്കൊണ്ട് പെട്ടകം മാത്രമായിട്ട് അവർ പോയി. പെട്ടകം മാത്രമായിട്ട്. അപ്പൊ കൂടാരത്തിലെ ബാക്കി കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടല്ലോ. ആ കാര്യങ്ങളെല്ലാമായിട്ട് അവരവിടുന്ന് അതൊക്കെ എടുത്ത് മാറ്റി എന്നുള്ളതാണ് ഇങ്ങനെ അവരുടെ യഹൂദ പാരമ്പര്യങ്ങളിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം ഒരു പെട്ടെന്നൊരു ആക്രമണം വന്ന് ഇനി ബാക്കി കൂടെ കൊണ്ടുപോകുന്നുള്ള ആ ഒരു ഭയത്തില്, അതായത് കൂടാരത്തിൽ വന്നല്ല പെട്ടകം എടുത്തോണ്ട് പോയത്. പെട്ടകം യുദ്ധസ്ഥലത്ത് നിന്നാണ് കൊണ്ടുപോയത്, എബനേശ്വറിൽ നിന്നാണ് കൊണ്ടുപോയത്. അപ്പോൾ അങ്ങനെ ഈ ബാക്കി കാര്യങ്ങളൊക്കെ അവര് അവിടെ നിന്ന് മാറ്റി. പിന്നത്തേതിൽ നമ്മൾ സമാഗമന കൂടാരവുമായി ബന്ധപ്പെട്ട് കാണുന്ന ഒരു ചരിത്രം, ഇത് അങ്ങനെ അധികം പേരും കടന്നുപോയി പഠിക്കാറില്ലാത്തൊരു വിഷയമാണ്.
അതായത് ഞാൻ പറഞ്ഞു വന്നത്, ഏലിയുടെ കാലത്താണ് ഈ യുദ്ധത്തിൽ ഇസ്രായേൽ പരാജയപ്പെടുന്നത്. ആ സമയത്ത് ഏലിയുടെ മരുമകൾ പറഞ്ഞ വാക്ക് കേട്ടല്ലോ. എന്താ പറഞ്ഞത്? മരുമകൾ പ്രസവത്തോടുള്ള ബന്ധത്തിൽ പറഞ്ഞത് മഹത്വം പോയി എന്ന് പറഞ്ഞ് കുഞ്ഞിന് ഈഖാബോദ് എന്ന് പേരിട്ടു. മഹത്വം ഇസ്രായേലിന്റെ നടുവിൽ നിന്ന് പോയി. മഹത്വം അവരുടെ നടുവിലല്ലായിരുന്നോ? മഹത്വം ഇസ്രായേലിന്റെ നടുവിലായിരുന്നു. ആ മഹത്വം അവരുടെ നടുവിൽ നിന്ന് പോയെന്ന് അങ്ങനെയല്ലേ പറഞ്ഞത്? ആ ഒരു പീരീഡ് ജസ്റ്റ് അതിന്റെ ആ ഒരു ചുറ്റുവട്ടത്ത്, ഒരു 10-15 വർഷത്തെ ആ ഒരു ചുറ്റുവട്ടത്തില് നമുക്ക് ഇസ്രായേലിനെ ഒന്ന് കണ്ടേക്കാം. അതിനായിട്ട് 1 ശമൂവേൽ 7-ാം അധ്യായം, അത് കഴിഞ്ഞ് നമുക്ക് നേരെ 2 ശമൂവേലിൽ വരാം, നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ഈ 1 ശമൂവേൽ 7-ാം അധ്യായത്തിലേക്ക് വരുമ്പോ നമ്മൾ കണ്ടു 4, 5, 6 അധ്യായങ്ങളിലൂടെ പെട്ടകം പിടിക്കപ്പെടുന്നതും യുദ്ധത്തിൽ പരാജയപ്പെടുന്നതും ഒക്കെ നമ്മൾ കണ്ടു. വിശേഷിച്ച് 4-ാം അധ്യായത്തിലാണ് അവര് ലോകം മുഴുവൻ നടുങ്ങുമാറ് ഭയങ്കര ശബ്ദമൊക്കെ പുറപ്പെടുവിച്ചത് ഈ യുദ്ധത്തോടുള്ള ബന്ധത്തിലല്ലേ? യുദ്ധത്തോടുള്ള ബന്ധത്തിൽ വലിയ ശബ്ദമൊക്കെ പുറപ്പെടുവിച്ചു. പെട്ടകമൊക്കെ ആയിട്ടാണ് മുൻപോട്ട് പോയത്. പക്ഷെ ആ യുദ്ധത്തിൽ ഇസ്രായേൽ എന്ത് ചെയ്തു? പരാജയപ്പെട്ടു പോയി, പെട്ടകം പിടിക്കപ്പെട്ടു. അതാണ് ഇപ്പൊ പറഞ്ഞു വന്ന കാര്യങ്ങൾ. ഓക്കെ, ആ സമയത്ത് ഈ പെട്ടകവുമായിട്ട് പോയി ഈ പാട്ടും നൃത്തവും ഡാൻസും ഒക്കെ ആയിട്ട് യുദ്ധത്തിന് പോയ ഇസ്രായേലിനെ ഒന്ന് പരിചയപ്പെടാം. ഈ 6-ാം അധ്യായം അവസാനിക്കുന്നത് എങ്ങനെയാന്ന് നമുക്കറിയാം. പെട്ടകം ഫെലിസ്ത്യരെ മടക്കി അയച്ചു. അത് ബേത്ത്ശേമെശി എത്തി. അങ്ങനെ ബേത്ത്ശേമെശി വന്ന പെട്ടകം കുന്നിൻ മുകളിലുള്ള അബീനാദാബിന്റെ വീട്ടിൽ കൊണ്ടുപോയി വെച്ചു. അങ്ങനെ പെട്ടകം സൂക്ഷിക്കാൻ ആളുകളെയൊക്കെ ഏൽപ്പിച്ചു. അവിടെ നമ്മൾ വായിക്കുന്നത് ഏറിയ കാലം 20 സംവത്സരം തന്നെ കഴിഞ്ഞു എന്നുള്ളതാണ് വായിക്കുന്നത്. അത് ഞാൻ രാവിലെ പറഞ്ഞപ്പോൾ ഈ വാക്യം വായിച്ചപ്പോൾ ഒരു അർത്ഥം പറഞ്ഞു കേട്ടോ നിങ്ങളോട്. അതായത് ഈ പെട്ടകം അമീനാദാബിന്റെ വീട്ടിൽ ഏതാണ്ട് 20 വർഷക്കാലം ഇരുന്നു എന്നുള്ള ഈ വാക്യം വായിച്ചപ്പോ 20 വർഷക്കാലമല്ല അബീനാദാബിന്റെ വീട്ടിലിരുന്നത്, ഏതാണ്ട് 47-ലധികം വർഷമാണ് ഇരുന്നത്. അതായത് ഈ പെട്ടകം പിടിക്കപ്പെട്ട കാര്യം നമ്മൾ എവിടെ വായിച്ചത്? 4-5 അധ്യായങ്ങളിലല്ലേ കണ്ടത്? 1 ശമൂവേൽ 4-5 അധ്യായങ്ങളിലല്ലേ? ആ സമയത്ത് ഇസ്രായേലിന്റെ ന്യായാധിപനായിട്ടിരിക്കുന്നത് ശമൂവേൽ തന്നെയാണ്. ശമൂവേലിന്റെ കാലത്തിന്റെ ഒരു പാതി വരുമ്പോഴാണ്, അല്ലെങ്കിൽ ശമൂവേലിന്റെ ആ ഒരു ഭരണകാലത്തിന്റെ അല്പം കൂടെ മുൻപോട്ട് പോകുമ്പോൾ 9-ാം അധ്യായത്തിൽ വരുമ്പോഴാണ് ശൗലിനെ രാജാവായിട്ട് തിരഞ്ഞെടുക്കുന്നത്. കീശിന്റെ മകനായ ശൗലിനെ ഇസ്രായേലിന്റെ രാജാവായിട്ട്, ആദ്യത്തെ രാജാവായിട്ട് തിരഞ്ഞെടുക്കുന്നത്. ശൗൽ എത്ര കൊല്ലം ഇസ്രായേലിൽ ന്യായപാലനം ചെയ്തു അല്ലേ? എത്രയാ? സ്വർഗത്തിപ്പാൻ ഇതൊക്കെ അറിയേണ്ട ആവശ്യമുണ്ടോ? ഒരു സ്ഥലത്തൊരു അമ്മാമ്മ എന്നോട് ചോദിച്ചതാ, എന്റെ പാസ്റ്ററെ സ്വർഗത്തിപ്പാൻ ഇതുവല്ലോ അറിയണോ? സത്യം ഇപ്പൊ ഈ പറഞ്ഞ കാര്യം ഒന്നും അറിയണ്ട. സ്വർഗത്തിപ്പാൻ നേരെ ഹെലികോപ്റ്ററിൽ വരുവാണെങ്കിൽ നേരെ കയറി അങ്ങ് പോയാൽ മതിയായിരുന്നു. പക്ഷെ ഈ ഭൂമി ജീവിക്കട്ടെ. ഈ ഭൂമി ജീവിക്കണം. മറ്റു മനുഷ്യരുടെ മുമ്പിൽ നമ്മൾ ഈ ക്രിസ്ത്യാനിത്വത്തിന് സാക്ഷ്യം പറയണം, പലരോടും വചനം പറയണം, അങ്ങനെ വേണം, ഇങ്ങനെ വേണം, സ്വയം ആത്മീയത്തിൽ വളരണം. അതിനിതെല്ലാം കൂടിയേ തീരും. അപ്പൊ 40 വർഷം നിങ്ങൾ പറഞ്ഞു. ആ 40 വർഷത്തെ എത്രയായിട്ട് എങ്ങനെ ഡിവൈഡ് ചെയ്യാം? ശൗലിന്റെ ആ ഒരു ഭരണത്തെ ചോദ്യം ക്ലിയർ ആയില്ല അല്ലേ? ആ 40 വർഷത്തിൽ അവൻ ദൈവകൃപയിൽ എത്ര നാള് രാജാവായിട്ട് ഭരിച്ചു? കർത്താവ് 2 വർഷമാണ്. അത് കഴിഞ്ഞിട്ട് പുള്ളി രാജിവെച്ച് വീട്ടിൽ പോയോ? പിന്നെ എന്ത് ചെയ്തു? പിന്നെ പുള്ളി സൂപ്രണ്ടും ഓവർസീറും പ്രസിഡന്റും ഒക്കെ ആയിട്ട് വേണമെങ്കിൽ ഇരിക്കാം. ശൗലിന് വേണമെങ്കിൽ പിന്നെ ജനറൽ പ്രസിഡന്റ് ആയിട്ട് ഇരിക്കാൻ മേലെ. അന്തർദേശീയമോ ദേശീയമോ എങ്ങനെ വേണമെങ്കിലും ഇരിക്കാം. പിന്നെ പുള്ളി 38 വർഷം ഇരുന്നെന്ന്. ഇങ്ങനെയൊക്കെയാ പലയിടത്തും നടക്കുന്നത്. നമ്മുടെ നാട്ടിലെ കാര്യമല്ല കേട്ടോ, വേറെ പല നാട്ടിലും ഇങ്ങനെയൊക്കെയാ നടക്കുന്നത്. 2 വർഷക്കാലം ഉണ്ടായിരുന്നുള്ളൂ, ബാക്കി 38 ഉരുണ്ടുരുണ്ടങ്ങ് പോയിന്ന് മാത്രം. ഇറക്കമല്ലേ, ഇറക്കമായതുകൊണ്ട് അങ്ങ് ഉരുണ്ടുരുണ്ടു. പെട്രോളൊന്നുമില്ല. 38 കൊല്ലം അങ്ങ് പോയി. അപ്പൊ തന്നെ രണ്ടും കൂടെ കൂട്ടിയ 40 കൊല്ലമായില്ലേ? ഈ 40 കൊല്ലം കഴിഞ്ഞല്ലേ ദാവീദ് രംഗത്തേക്ക് വരുന്നത്. അപ്പോ ഈ സമയത്തെല്ലാം പെട്ടകം എവിടെ ഇരിക്കുന്നത്? അബീനാദാബിന്റെ വീട്ടിൽ ഇരിക്കുകയല്ലേ? അപ്പൊ തന്നെ 40 കൊല്ലമായില്ലേ? ഇനി ദാവീദ് ഭരണം വയ്ക്കുന്നത് എവിടെയാ? ഹെബ്രോനിൽ. എത്ര കൊല്ലം? 7 വർഷവും 6 മാസവും. അതായത് 7 കൊല്ലം കൂട്ടിക്കും. 7 കൊല്ലക്കാലം ഹെബ്രോനിൽ രാജാവായിട്ടിരുന്നു. ആ ഹെബ്രോനിൽ നിന്ന് പിന്നെ താൻ സിയോൻ കോട്ട പിടിച്ചു, യെബൂസ് പിടിച്ചു. അങ്ങനെ സിയോനെ തന്റെ തലസ്ഥാനമാക്കി. യെരൂശലേം ദാവീദിന്റെ നഗരം എന്ന നിലയിൽ, സിയോൻ ദാവീദിന്റെ നഗരം എന്ന നിലയിൽ അറിയപ്പെടുകയാണ്. ദാവീദ് അങ്ങോട്ട് മാർച്ച് ചെയ്തു. അവിടെ വന്നപ്പോഴാണ് താന് ഈ കാര്യത്തെക്കുറിച്ച് ഉത്സാഹിതനാകുന്നത്. പെട്ടകം എന്നെ ഇത്രത്തോളം കൊണ്ടുവന്ന, അതായത് ആ ഭാഗങ്ങളൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ, 2 ശമൂവേലിലേക്ക് വരുമ്പോൾ ആ ഭാഗങ്ങളൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ കാണുന്നത് ദൈവത്തിന്റെ വലിയ കൃപ ദാവീദിന്റെ മേൽ വന്ന കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം.
ദാവീദിനെ ദൈവം വിശ്രുതനാക്കി. എല്ലാത്തിലും അവൻ ജയം കൊണ്ട് നിൽക്കുന്ന സമയം. ആ സമയത്ത് പുള്ളി പെട്ടകം കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്ന അന്നേരമാണ്. അങ്ങനെയാണ് കുന്നിൻ മുകളിലുള്ള അമിനാദാവിന്റെ വീട്ടിൽ നിന്ന് പെട്ടകം കൊണ്ടുവരുവാനായിട്ട് പോകുന്നത്. അപ്പൊ പറഞ്ഞു വന്നത്, ഈ 7-ാം അധ്യായത്തിന്റെ 3, 4, 5 വാക്യത്തിലേക്ക് വരുമ്പോ, അതായത് ഈ അബീനാദാബിന്റെ വീട്ടില്, അപ്പൊ ഞാൻ പറഞ്ഞു ഏതാണ്ട് 47-50 വർഷത്തിനടുത്ത് കൂട്ടിക്കോ പെട്ടകം അവിടെ ഇരുന്നുള്ളത്. അപ്പൊ ആ സമയത്ത്, അതായത് തുടക്ക സമയം, ഫെലിസ്ത്യരുടെ അടുത്ത് വെറും 7 മാസമായി ഇരുന്നുള്ളൂ. ഫെലിസ്ത്യരുടെ അടുത്ത് വെറും 7 മാസം ഇരുന്നുള്ളൂ. ആ 7 മാസക്കാലം അതിന് തൊട്ട് മുമ്പുള്ള ഇസ്രായേലിന്റെ സ്വഭാവം ഒന്ന് വായിച്ചു കേൾപ്പിച്ചേരെ. 3, 4 വാക്യം താഴേക്ക്. അന്യദൈവങ്ങളെയും പ്രതിഷ്ഠകളെയും നിങ്ങളുടെ നീക്കിക്കളഞ്ഞ് നിങ്ങളുടെ ഹൃദയങ്ങളെ യഹോവയിലേക്ക് തിരിക്കുകയും അവരെ മാത്രം സേവിക്കുകയും ചെയ്യുവിൻ. എന്നാൽ അവൻ നിങ്ങളെ ബലിസ്ത്യരുടെ കയ്യിൽ നിന്ന് വിടുവിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ഇസ്രായേൽ മക്കൾ ബാൽവിഗ്രഹങ്ങളെയും പ്രതിഷ്ഠകളെയും നീക്കിക്കളഞ്ഞ് യഹോവയെ മാത്രം സേവിച്ചു. എന്നാ മനസ്സിലായി? ഇങ്ങനെ ചോദ്യങ്ങൾ കേട്ടിട്ടില്ലേ? ഇങ്ങനെ ചോദിക്കണം. രാവിലത്തെ ചോദ്യം കടമായിട്ടിരിക്കുന്നു, പെൻഡിങ്ങാ. എന്റെ കർത്താവേ, ഞാൻ മറന്നുപോയത് അല്ലേ? നാദാബും അബീഹുവും അന്യാഗ്നി കത്തിച്ചു എന്ന് പറഞ്ഞാൽ എന്താണ്, ഏതാണ്, എങ്ങനെ കത്തിച്ചു, എവിടെ കത്തിച്ചു? ചോദ്യം രാവിലെ എറിഞ്ഞിട്ടിരിക്കുകയാണ് നമ്മള്. ഞാനോ മറന്നുപോയാനെ. നിങ്ങളൊരു മനുഷ്യരും അത് ഓർമ്മിപ്പിച്ചില്ല. സത്യത്തിൽ നിങ്ങൾ സത്യസന്ധരാണ്. ആ പാസ്റ്റർ മറന്നുപോയി, ദൈവമേ അദ്ദേഹം അത് ഓർക്കണമേ എന്ന് പ്രാർത്ഥിച്ചോണ്ടിരിക്കണ്ടായിരുന്നു. ഞാൻ മറന്നുപോയാനെ. ആ ചോദ്യം പെൻഡിങ്ങില്ല. ചോദ്യത്തിന് മറുപടി പറയണം. ചൗരന്മാരും പറയണം. കാരണം അല്ലെങ്കിൽ നമ്മൾ ഡാൻസ് കളിച്ചു പോകും. ആ ചോദ്യത്തിനൊന്നും ഉത്തരം കണ്ടെത്തിയില്ലെങ്കിൽ എപ്പോൾ ഡാൻസ് കളിച്ചെന്ന് ചോദിച്ചാൽ മതി. അപ്പൊ ഇതിൽ നിന്ന് നിങ്ങൾ എന്താ കണ്ടത്? നിങ്ങൾ കൂട്ടി വായിച്ച് തൊട്ട് പുറകിലൊരു 4-ാം അധ്യായമുണ്ട്, 5-ാം അധ്യായമൊക്കെ ഉണ്ട്. 4-ാം അധ്യായത്തിൽ പെട്ടകം പിടിക്കപ്പെട്ടു പോയി. ഏലി അന്ന് അവിടെ കസേരയിൽ ഇരിപ്പുണ്ട് മഹാപുരോഹിതനായിട്ട്. മക്കള് ഞാൻ പറഞ്ഞു കേമന്മാരാണെന്ന് അല്ലേ? ആ സമയത്ത് ഒരു പാവം ബാലൻ ശമുവേൽ അവിടെയൊക്കെ ഉണ്ട്. അതായിരുന്നു അന്നത്തെ കാലം. ഇനി ഈ വാക്യത്തിലേക്ക് നോക്കിയിട്ട് നിങ്ങൾക്ക് എന്തു മനസ്സിലായി? ഇസ്രായേൽ ദൈവത്തിന്റെ ജനം മിസ്രയീമിൽ നിന്ന് വിടുവിക്കപ്പെട്ട് ചെങ്കടലും കടത്തി അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ കണ്ടും കേട്ടും അനുഭവിച്ചു. മന്നാ തിന്നു. അവരുടെ ദാഹത്തിന് നീരുറവയൊക്കെ തുറന്നു കൊടുത്ത് റഫീദി പാറയെ പിളർന്നല്ലേ വെള്ളം കൊടുത്തത്? എങ്ങനെയാ കൊണ്ടുപോയത്? മല്ലന്മാരുടെ ഭക്ഷണമല്ലേ കൊടുത്തത്? ചില സ്ഥലത്തൊക്കെ അവരെ തോളത്ത് ചുമന്നാ കൊണ്ടുപോയത്. യെശയ്യാവിന്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അവരെ ചുമന്നുകൊണ്ട് പോയി എന്നൊക്കെയല്ലേ വായിക്കുന്നത്. അങ്ങനെ കൊണ്ടുപോയി ഇവര് നന്ദി കാണിക്കണ്ടേ? ഒന്നുകൂടെ നോക്കതിലേക്ക് കുഞ്ഞുങ്ങളെ, നിങ്ങളൊന്ന് നോക്കതിലേക്ക്. ആ 3-ാം വാക്യത്തിന്റെ അല്ല തുടക്കം മുതൽ ഒന്നും കളയാനില്ല അതിനകത്ത്. എന്നെ കളയുന്നത്? ശമൂവേൽ ഇസ്രായേൽ ഗ്രഹത്തോട് എന്താ പറഞ്ഞത്? നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിലേക്ക് തിരിയുന്നു എങ്കിൽ അന്യദൈവങ്ങളെയും അസ്തോരത്ത് പ്രതിഷ്ഠകളെയും നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളഞ്ഞ് നിങ്ങളുടെ ഹൃദയങ്ങളെ യഹോവയിലേക്ക് തിരിക്കുകയും അവനെ. അതെങ്ങനെ നമ്മൾ അണ്ടർലൈൻ ചെയ്യും? അവിടെ മാത്രം എന്നുള്ളതിന്റെ അടിയിൽ വേറെ ഒരു കളറിലുള്ള പേനയ്ക്ക് അല്ല ചുമ്മാ വരച്ചു വിടരുത്. അവിടെ വേറൊരു കളറാണ് കൊടുക്കേണ്ടത്. അപ്പൊ ആ വേറൊരു കളറില് ആ മാത്രം എന്നുള്ളിടത്ത് മാത്രം വരച്ചാൽ നമ്മളിതെടുത്ത് നോക്കുമ്പോൾ കൊള്ളാം, ഭയങ്കരം. ഇസ്രായേലിനോട് പറയാണ് യഹോവയെ. അപ്പൊ എങ്ങനെയുള്ള കലാപരിപാടിയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്? ഈ കലാപരിപാടികൾ നടന്നുകൊണ്ടിരിക്കുമ്പോഴല്ലേ പെട്ടകമായിട്ട് ഈ യുദ്ധത്തിന് പോയത്. അതാ ഞാൻ ആദ്യം ചോദിച്ചത്, നിങ്ങൾ എന്ത് മനസ്സിലാക്കി, എന്ത് പഠിച്ചു ഈ വാക്യം വായിച്ചിട്ടെന്ന് ചോദിച്ചത്. ആ വാക്യത്തിൽ തന്നെ നിന്നല്ല ചിന്തിക്കേണ്ടത്, തൊട്ട് പുറകിലേക്ക് പോകണം. ഇവരെ യുദ്ധത്തിന് ഇറങ്ങി തിരിച്ച നിമിഷമില്ലേ? ആദ്യം യുദ്ധത്തിന് ഇവരെ ഇറങ്ങിയപ്പോ പരാജയപ്പെട്ടു. ഈ 4-ാം അധ്യായത്തില് തുടക്കത്തിൽ ഇവര് പരാജയപ്പെടുന്നുണ്ട്. അപ്പൊ ഇവര് കൂടിയാലോചിച്ച് ചിന്തിച്ചു, പെട്ടകം നമ്മുടെ നടുവിൽ ഇല്ലാത്തത് കൊണ്ടാണ് യുദ്ധത്തില് പരാജയപ്പെട്ടത്. അങ്ങനെ പിന്നത്തേതിൽ പെട്ടകവുമായിട്ട് യുദ്ധത്തിന് ഇറങ്ങി. ആ സമയത്ത് എന്ത് ചെയ്തു? പരാജയപ്പെട്ടു, പെട്ടകം പിടിക്കപ്പെട്ടു പോയി എന്നുള്ളതാണല്ലോ സംഭവം. ഈ പറയുന്ന സമയത്ത് ഇസ്രായേലിന്റെ സ്വഭാവമാണ് ഈ കാണുന്നത്. ഇസ്രായേലിന്റെ സ്വഭാവം തൊട്ട് താഴെയുള്ള വാക്യത്തിൽ എന്താ കാണുന്നത്? അങ്ങനെ ഇസ്രായേൽ മക്കൾ ബാൽ വിഗ്രഹങ്ങളെയും അസ്തോരത്ത് പ്രതിഷ്ഠകളെയും നീക്കിക്കളഞ്ഞ് യഹോവയെ. ഈ വാക്യം പെന്തിക്കോസ്തുകാരുമായിട്ടുള്ള ബന്ധമുണ്ടോ?
അല്ലെ? ഇത് വേറെ വല്ല സ്ഥലത്തൊക്കെ പോയി പ്രസംഗിക്കും. പെന്തിക്കോസ്തുകാരുടെ നടുവിൽ ഈ വാക്യം വായിച്ചത് പ്രസംഗിക്കണോ? പെന്തിക്കോസ്തുകാരല്ലോ അസ്തരയത്തിന്റെ പുറകിലും ബാലിന്റെ പുറകിലൊക്കെ പോകുന്നവരാണ്. പിന്നെ അതിന് മുകളിൽ എന്താ? അന്യ ദൈവങ്ങളെയും. നമ്മളാരെങ്കിലും അന്യ ദൈവങ്ങളെ സേവിക്കുന്നവരാണ്? അല്ല, ഒരിക്കലും അല്ല. ആ അന്യ ദൈവങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ ഉള്ളിൽ ഒത്തിരി പേരുകൾ തന്നെ വന്നു പോകും, അല്ലേ? ഒത്തിരി പേരുകൾ വരില്ലേ അന്യ ദൈവങ്ങൾ എന്ന് പറയുമ്പോൾ? ഒരു പുതിയ നിയമ ക്രിസ്ത്യാനിയോടുള്ള ബന്ധത്തിൽ നമ്മൾ അന്യ ദൈവങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ ചുറ്റോട് ചുറ്റും ഒത്തിരി പേരുകളെ തലയേക്കടെ ഓടി വരുന്നത്. ആ ദൈവങ്ങളുമായിട്ടൊന്നും നമുക്ക് ബന്ധങ്ങളില്ല. ദൈവങ്ങളെന്ന് പേർ പറയപ്പെടുന്ന അതൊന്നുമായിട്ട് നമുക്ക് ബന്ധങ്ങളില്ല. എന്നാൽ ഈ ഒരുവനായ ദൈവത്തിൽ നിന്ന് അകന്ന് നാം സേവിക്കുന്ന ഒരു അന്യദൈവമുണ്ട്, ഒരു പ്രധാനപ്പെട്ട അന്യദൈവം. അതായത് യഹോവയായ ദൈവത്തെ മാത്രം, അതായത് ആ കർത്തൃത്വം മാത്രം, ലോഡ്ഷിപ്പ് കൊടുക്കണം. അതൊക്കെ വലിയ വിഷയമാണ്. ലോഡ്ഷിപ്പ് അങ്ങ് കൊടുക്കണം, അതായത് കർത്തൃത്വം ഏൽപ്പിച്ചു കൊടുക്കണം. പാടിയില്ല. അതിന് പകരം വേറെ ഏതെങ്കിലും ഒരു കർത്തൃത്വം നമ്മൾ നടക്കുന്നുണ്ടെങ്കിൽ അത് അന്യദൈവാരാധനയായിട്ട് പോകും. അപ്പോ ഈ ചുറ്റുമുള്ള ഇതിലേക്കൊന്നും ഓടിപ്പോകരുത്. അതൊക്കെയാണ് അന്യദൈവം എന്നും പറഞ്ഞൊന്നും പോയേക്കരുത്. പകരം നമ്മുടെയൊക്കെ ജീവിതത്തിലെ വലിയ അന്യദൈവം എന്ന് പറയുന്നത് നമ്മൾ തന്നെയാണ്. കർത്തൃത്വം ആരാ നടത്തുന്നത്? പരിശുദ്ധാത്മാവാണോ? എല്ലാ കാര്യത്തിലും നമ്മൾ തന്നെ കർത്തൃത്വം നടത്തുന്നത്. അവിടെ ഈ അന്യദൈവം എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട്, അതായത് നമ്മുടെ ഒരു വലിയ പഠനം തന്നെയുണ്ട്. നാം സ്വയത്തിന് ജീവിക്കുക എന്ന് പറയും. നാം സ്വയത്തിന് ജീവിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? അന്യദൈവാരാധനയാണ്. അതായത് നമ്മുടെ ജീവിതത്തിൽ കർത്തൃത്വം നടത്തേണ്ടതും നമ്മെ നയിക്കേണ്ടതും മഹത്വം എടുക്കേണ്ടതുമായ ആ ഒരുവനായ ദൈവം നമ്മുടെ ഉള്ളിൽ നിശബ്ദനായിരിക്കുകയാണ്. പകരം നമ്മുടെ ജീവിതത്തിലെ സകല കാര്യങ്ങളും ആരാ നിയന്ത്രിക്കുകയും കൈകാര്യം ചെയ്യുകയും ചെയ്തത്? ഞാൻ അങ്ങ് തീരുമാനിക്കും, അത്ര തന്നെ. ഞാൻ തീരുമാനിക്കുന്ന പോലെ കാര്യങ്ങളെല്ലാം പോകും. അതിന് ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി സാധാരണ ഒരു ഉദാഹരണം പറയാറുണ്ട്. ഒത്തിരി ആയത് പറഞ്ഞിട്ട് ഇപ്പൊ അത് പറയാൻ പറ്റിയൊരു സമയമാണ്. അതായത് നമ്മുടെ ജീവിതമാകുന്ന വാഹനം, ആ വാഹനത്തിന്റെ ഡ്രൈവിംഗ് സീറ്റിൽ നമ്മളാണ് ഇരുന്നത്. അതിനുള്ള വാക്യമാണ് ഇപ്പൊ അപ്പോസ്തല പ്രവൃത്തി വായിച്ചത്. കഴിഞ്ഞ കാലങ്ങളിൽ ഈ വണ്ടിയുടെ ഡ്രൈവിംഗ് സീറ്റിൽ നമ്മൾ ഇരുന്നു, അല്ലെ? കഴിഞ്ഞ കാലങ്ങളിൽ സകല ജാതികളെയും അവർക്ക് ബോധിച്ചതുപോലെ നടക്കാൻ അനുവദിച്ചെന്നല്ലേ പറഞ്ഞത്. അപ്പൊ ഈ ഡ്രൈവിംഗ് സീറ്റിൽ നമ്മൾ തന്നെ ഇരുന്നു, നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നു. നമ്മൾ രക്ഷിക്കപ്പെട്ടു. നാം സ്നാനപ്പെട്ടു. ആ സ്നാനത്തിലേക്ക് വരുമ്പോൾ രക്ഷയും സ്നാനവും ചേർന്നങ്ങ് പറയാണ്, ഓടിച്ചു പറയാണ്, യേശു ക്രിസ്തുവിന്റെ കർത്തൃത്വം അംഗീകരിക്കണം. അവിടെ സംഭവിക്കുന്ന ഒരു വലിയ കാര്യം, ഈ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് നമ്മൾ ശരിക്കും നടക്കേണ്ട കാര്യം അതാണ്. ഈ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് നമ്മൾ ഇറങ്ങണം. ഇറങ്ങി നമ്മൾ പിന്നിൽ വന്നിരിക്കണം. എന്നിട്ട് ഡ്രൈവിംഗ് സീറ്റിൽ ആരെ അനുവദിക്കണം? നമ്മുടെ കർത്താവിനെ അനുവദിക്കണം. പക്ഷെ ബഹുഭൂരിപക്ഷം പെന്തിക്കോസ്തുകാർ അത് സമ്മതിക്കില്ല. അവരെന്താ പറയുന്നതെന്നറിയാമോ? ബാംഗ്ലൂർ പട്ടണത്തിലെ ട്രാഫിക് ഭയങ്കരമാണ്, കർത്താവേ നിനക്ക് ഇവിടെ വണ്ടി ഓടിക്കാൻ കഴിയില്ല, ഞങ്ങൾ ഇവിടെ വണ്ടി ഓടിക്കാം. പക്ഷേ ഞങ്ങൾ വണ്ടി ഓടിക്കണമെങ്കിൽ ഞങ്ങൾക്ക് നിന്റെ കൃപ കൂടിയേ തീരും. നീ പിന്നിൽ, ഉണ്ണീശോ പിന്നിലിരിക്കണം. ചൈൽഡ് ലോക്ക് വന്നിട്ടേക്ക്, ഉണ്ണീശോയെ പിന്നിലിരുന്നു. കൃപ മതി, നിന്റെ കൃപ ഞങ്ങൾക്ക് മതി. വണ്ടി ഞങ്ങൾ ഓടിക്കും, കൃപ എപ്പോഴും ഇങ്ങനെ തന്നോണം, ബാക്കപ്പ് തന്നോണ്ടിരിക്കണം. ഇത് മനസ്സിലാകുന്ന കാര്യമാണ്. നല്ല ഉദാഹരണമല്ലേ? കറക്റ്റ് ഉദാഹരണമല്ലേ? കർത്താവ് എല്ലാത്തിലും നിന്റെ സഹായം ഞങ്ങൾക്ക് വേണം. തീരുമാനങ്ങൾ ഞങ്ങൾ എടുക്കും, ഞങ്ങൾ തന്നെ വണ്ടി ഓടിക്കും. അങ്ങനെയാണോ പുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത്? ഇവിടെയാണ് ഒരു സീരിയസ് വിഷയം. രക്ഷയും സ്നാനവും ഒക്കെ ആയിട്ട് ചേർത്ത് പഠിപ്പിക്കുമ്പോൾ ഭയങ്കര കാര്യങ്ങളാണ് വരുന്നത്. സ്നാനത്തിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ കൂടെ ചോദിക്കും, സ്നാനപ്പെടണോ വേണ്ടിയോ, ഒന്നോടെ ആലോചിച്ചോളാൻ പറയും. അതതിൻ്റെ ഓർഡറിൽ പറഞ്ഞു വരുമ്പോൾ അതിനൊരു കേൾക്കാനൊരു സുഖം വരുള്ളൂ. അതായത് ആ സ്നാനക്കുളത്തിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് സംഭവിക്കുന്നൊരു വലിയ കാര്യമുണ്ട്. സെയിൽ ഡീഡിൽ ഒപ്പിടാൻ പോവുക, എന്നുവെച്ചാൽ തീരാധാരത്തിൽ ഒപ്പിടാൻ പോവുക. അതുകൊണ്ടാണ് പറയുന്നത് ഒന്നുകൂടെ ആലോചിച്ചിട്ട് മതി. ചുമ്മാ ചാടിക്കേറി വെള്ളത്തിലേക്ക് ചാടണ്ട, ചുമ്മാ പെന്തിക്കോസിലേക്കൊന്നും വരണ്ട. ഇരുന്ന് കണക്ക് കൂട്ടി നോക്കിയിട്ട് ഇറങ്ങിയാൽ മതി. ഇനി അങ്ങോട്ടുള്ള ജീവിതം എന്ന് പറയുന്ന ഹോളി ലൈഫാണ്, വിശുദ്ധ ജീവിതം നയിക്കണം. ഇനി ശേഷം മനുഷ്യരെ പോലെ ജീവിക്കാൻ പറ്റില്ല. ഇവിടെയാണ് റോമാലേഖനം 12:1, 2, പിന്നെ 3, പിന്നെ 11 ഒക്കെ വരുന്നത്. 1, 2 ശരീരത്തിന്റെ സമർപ്പണം വരുന്നു. 3-ാം വാക്യത്തിൽ നമ്മുടെ ദേഹിയുടെ സമർപ്പണം വരുന്നുണ്ട്. അതങ്ങനെയൊക്കെ വരും പറഞ്ഞു വന്നു കഴിഞ്ഞാൽ. 11-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ആത്മാവിന്റെ ഒരു സമർപ്പണം എന്ന് പറഞ്ഞാൽ സമ്പൂർണ്ണ സമർപ്പണമല്ലേ? ദേഹം, ദേഹി, ആത്മാവ് എല്ലാം എവിടെ വരണം? സമർപ്പണം എന്ന് പറയുമ്പോൾ എവിടെ വരണം?
എങ്ങനെ സമർപ്പിക്കണമെന്നാ അതിന്റെ അർത്ഥം? അതെല്ലാം ബലിപീഠത്തിൽ വരണം. സമ്പൂർണമായി നാം ബലിപീഠത്തിൽ വരണം. അപ്പൊ ബലിപീഠം നിങ്ങളെ കാണിക്കണം. നിങ്ങളെ ആ കാര്യങ്ങളൊക്കെ കാണിച്ച് കാര്യങ്ങളെ പറയണം. അപ്പൊ ഇതെല്ലാം നമ്മൾ സീരിയസ് ആയി മനസ്സിലാക്കണം. അവിടെയാണ് തീറാധാരത്തിൽ ഒപ്പിടുന്ന കാര്യം പറയുന്നത്. തീറാധാരത്തിൽ ഒപ്പിട്ട് കഴിഞ്ഞാൽ എന്താ തീറാധാരത്തിൽ ഒപ്പിടുക എന്ന് പറഞ്ഞാൽ? ഇനി ഞാൻ എനിക്കായി ജീവിക്കുന്നില്ല. ആ വാക്യം ഒന്ന് വായിച്ച്. 2 കൊരിന്ത്യർ ലേഖനം 5:14-15. 2 Corinthians chapter 5 verse 14 and 15. ക്രിസ്തുവിന്റെ സ്നേഹം നിങ്ങൾ നിർബന്ധിക്കുന്നു. എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചു എന്നും ജീവിക്കുന്നവർ തങ്ങൾക്കായിട്ടല്ല തങ്ങൾക്ക് വേണ്ടി മരിച്ചു ഉയർത്തനായിട്ട് തന്നെ ജീവിക്കേണ്ടതിന് അവർ എല്ലാവർക്കും വേണ്ടി മരിച്ചു എന്ന് ഞങ്ങൾ നിർദ്ദേശിച്ചിരിക്കുന്നു. ഇപ്പൊ ഈ വാക്യത്തിലേക്കൊന്നും പോകേണ്ട കാര്യമില്ല. നമുക്ക് നേരെ പെട്ടകത്തിന്റെ കൂട്ടത്തില് അങ്ങനെ ശമൂവേലിന്റെ പുസ്തകം വഴി പോയി ഡാൻസിലേക്ക് പോയാൽ മതി. പക്ഷെ ഈ വാക്യത്തിലേക്ക് ഇപ്പൊ വരാനുണ്ടായ ഒരു സാഹചര്യം എന്താണെന്ന് അറിയാവോ? 1 ശമൂവേൽ 7-ാം അധ്യായത്തിന്റെ 3-4 വാക്യം വായിച്ചു പോയപ്പോഴാണ് നമ്മൾ കണ്ടത് ഇസ്രായേൽ മിസ്രൈമിൽ നിന്ന് പെസഹായും ചോരത്തലയും ആചരിച്ചു കൊണ്ടുവന്ന ജനം ചെങ്കടലും പിളർത്തി മരുഭൂമിയിലുള്ള അത്ഭുതകരമായി നടത്തിക്കൊണ്ടുപോയി പാലും തേനും ഒഴുകുന്ന ദേശം കൊടുത്ത് സകല മഹത്വം അവരുടെ മേൽ ചൊരിഞ്ഞിട്ട് അവരിപ്പോ ആരെ സേവിച്ചു? ബാലിനെയും അസ്തരത്തിനെയും ഒക്കെ സേവിക്കാൻ പോയി എന്നാണ് നമ്മൾ കാണുന്നത്. ആ പരിപാടി നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു നാണോ മാനോ ഇല്ലാതെയാണ് പെട്ടകുളത്ത് യുദ്ധത്തിന് പോകുന്നത്. ഇപ്പൊ ജയിക്കുമെന്ന് വിചാരിച്ച് തോൽവിയല്ലേ സംഭവിച്ചത്? ഇതുപോലെയാണ് അനേകരും തോറ്റു കിടക്കുക. പാട്ടും പ്രാർത്ഥനയൊക്കെ ഭയങ്കരമാണ്. നീക്കിക്കളയേണ്ട പല കാര്യങ്ങളും നീക്കിക്കളയുന്ന യഹോവയെ മാത്രം, അവന്റെ വചനത്തിങ്കൽ രസിക്കുന്നവരെ ഇന്ന് കാണാനില്ല. വചനത്തിങ്കൽ രസിക്കുന്നവരെ വചനം പ്രസംഗിക്കുമ്പോ തൂങ്ങിപ്പോവാണ് ആൾക്കാര്. തൂങ്ങുക എന്ന് പറഞ്ഞാൽ കോഴിക്ക് വസന്തം വരിക എന്ന് കേട്ടിട്ടില്ലേ? കേരളത്തിലെ ഭാഷ ഇവിടെയൊക്കെ ഉണ്ടോന്ന് എനിക്കറിയില്ല. കോഴിക്ക് വസന്തം വരുമ്പോൾ കോഴി ഇങ്ങനെ തൂങ്ങി അങ്ങനെ തൂങ്ങിയൊന്നും അല്ലാതെ കേട്ടത്. ദൈവവചനം കേൾക്കുമ്പോൾ ആത്മാവിൽ ആ ചൊടിപ്പിലിരിക്കണം. ഞാൻ ഓർക്കും, ഞാൻ വിശ്വാസത്തിലേക്കൊക്കെ വന്നു കഴിഞ്ഞ് കുറേ കാലം കഴിഞ്ഞ് ശരിയാവണ്ണം കാര്യങ്ങളൊക്കെ ഇങ്ങനെ കത്തി തുടങ്ങിയ സമയത്ത്, അതിനുമുമ്പ് ഇങ്ങനെ വളഞ്ഞു കുത്തിയൊക്കെ ഇരുന്നെങ്കിലും പിന്നെ കാര്യങ്ങളൊക്കെ കത്തി തുടങ്ങിയപ്പോ വചനം, സത്യവചനം പ്രസംഗിക്കുന്ന ഇടം എവിടെ കൊണ്ട് ഓടും. ഭൂഖണ്ഡങ്ങൾ താണ്ടി വേണേ പോകും. കാരണം വചനം കേൾക്കാനുള്ള കൊതി. ഒരു കാലത്ത് പെന്തിക്കോസിന്റെ ശക്തി എന്ന് പറയുന്ന 2 പ്രധാന കാര്യമായിരുന്നു. അവരുടെ ഇടയിൽ ബൈബിൾ ക്ലാസ്സുകൾ ഉണ്ടായിരുന്നു. ബൈബിൾ ക്ലാസ് കേട്ടിട്ടുണ്ടോ? ബൈബിൾ ക്ലാസ്. അത് കഴിഞ്ഞ് അതിനോട് അനുബന്ധമായി ഉണ്ടായിരുന്ന ഒരു കാര്യമാണ് കാത്തിരിപ്പ് യോഗം. ബൈബിൾ ക്ലാസ്സിലൂടെ എന്താ കേൾക്കുന്നത്? നിന്നെ വാലല്ല തലയാക്കുന്നതാണോ? ആഴമേറിയ ദൈവവചനങ്ങളാണ്, മർമ്മങ്ങളാണ് കേൾക്കുന്നത്. ഈ വചനങ്ങളിലൂടെയെല്ലാം ക്രിസ്തുവിനെയാണ്, ഞാനിപ്പോ അതിലേക്കാണ് പറഞ്ഞു വരുന്നത്, ക്രിസ്തുവിനെയാണ് വെളിപ്പെട്ട് കിട്ടുന്നത്. ഊഷാണ് വെളിപ്പെട്ട് കിട്ടുന്നത്. അതിനെയാണ് ധ്യാനിക്കുന്നത്. ഊഷിനെ ധ്യാനിക്കുകയാണ്. അങ്ങനെ ധ്യാനത്തിൽ തീ കത്തുകയാണ്. അതാണ് കാത്തിരിപ്പ് യോഗത്തിലൊക്കെ പച്ച മരം വരെ കത്തുപിടിക്കുകയാണ്. അങ്ങനെ പോയൊരു പഴയ കാലമുണ്ട്. വചനം കേൾക്കുമ്പോൾ അകം കത്തണം. ഈ വാക്യം വായിച്ചിട്ട് കൂടുതലൊന്നും പറഞ്ഞില്ല, ഒന്നുകൂടെ വായിച്ച്. ഈ വാക്യം ഞാൻ എവിടെയും പ്രസംഗിക്കുന്ന വാക്യമാണ്. ഭയങ്കര വാക്യ. പെന്തിക്കോസുകാരെ നടുക്കി കളയാനുള്ള വാക്യമാണ്. എങ്ങനെയാ വാക്യം? ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. ജീവിച്ചിരിക്കുന്നവർ ഇനി തങ്ങൾക്കായിട്ടല്ല. അപ്പൊ ഇനി ജീവിച്ചിരിക്കുന്നവർ ആർക്കായിട്ട് ജീവിക്കണം? അപ്പൊ ഞാൻ എനിക്കായിട്ട് ജീവിക്കരുതെന്നല്ലേ ഇതിന്റെ അർത്ഥം? അങ്ങനെ ജീവിക്കുന്നുണ്ടെങ്കിൽ ആ ജീവിതത്തെ എന്തെന്നാ നമ്മൾ വിളിക്കുന്നത്? അതാണ് സ്വയത്തിലുള്ള ജീവിതം. നമ്മുടെ സോൾലെറ്റ് ലൈഫ് എന്ന് പറയും. അതായത് നമ്മുടെ ദേഹി നമ്മെ നിയന്ത്രിച്ചു കൊണ്ട് നടക്കുന്നു. സ്പിരിറ്റ് ലെറ്റ് ലൈഫ് അല്ല, ആത്മാവ് നിയന്ത്രിക്കുന്ന ജീവിതമല്ല അത്. ഞാൻ എന്റെ ഇഷ്ടത്തിന് ജീവിക്കുന്നു. അപ്പോൾ എന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവുണ്ട്. പരിശുദ്ധാത്മാവ് ദുഃഖിച്ചിരിക്കും, അത്ര തന്നെ. പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിന് ഞാൻ എന്ത് ചെയ്യുന്നില്ല? ഏൽപ്പിച്ചു കൊടുക്കുന്നില്ല. പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിലേക്ക് വരികയാണെങ്കിൽ ഒരു സഹോദരന്റെ പടം എന്റെ ഓർമ്മയിലേക്ക് വരും. അപ്പോൾ ഒരു സഹോദരന്റെ പടം കഴിഞ്ഞ ആഴ്ചകളിൽ ബന്ധപ്പെട്ട് സംസാരിച്ച ഒരു സഹോദരന്റെ ഒരു മുഖം ഓർമ്മയിലേക്ക് വരിക. അങ്ങനെ ആത്മാവിലാണ് നിയന്ത്രിക്കപ്പെടുന്നതെങ്കിൽ കത്തോലിക്കനായ തന്റെ അനുജനുമായിട്ടുള്ള ആ വസ്തു ഇടപാട് എന്ന് വെച്ചാൽ എന്താ പറയാ, ഭാഗോടമ്പടിയോ കുടുംബത്തിലെ സ്ഥലവുമായി ബന്ധപ്പെട്ട കാര്യമുണ്ടല്ലോ, അങ്ങനെ ഭാഗം വയ്ക്കുകയും വീതം വയ്ക്കുകയും ഒക്കെ ചെയ്യാണ്. ശരിക്കും ഇദ്ദേഹത്തിന് കിട്ടേണ്ട ഘനമേറിയ ഭാഗം ഇദ്ദേഹത്തിനാണ് വരേണ്ടത്. പക്ഷേ കത്തോലിക്കനായ അനുജൻ സമ്മതിക്കുന്നില്ല. ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുകയാണെങ്കിൽ കൊണ്ടുപോടാൻ മോനെ എന്ന് പറയില്ലേ? പറയോ ഇല്ലയോ?
പറയോ ഇല്ലയോ? പറയണം. പറഞ്ഞില്ലേ നീ പെന്തിക്കോസുകാരനല്ല. പിന്നെ സ്ഥലത്ത് IPC ചർച്ചിന്റെ രജിസ്റ്ററിൽ IPC ചർച്ചിന്റെ രജിസ്റ്ററിൽ പേരുണ്ടായിട്ട് കാര്യമൊന്നുമില്ല. നീ ക്രിസ്തുവിന്റെ ശിഷ്യനല്ല. ക്രിസ്തുവിന്റെ ശിഷ്യനാണെങ്കിൽ മേൽമുണ്ടെടുത്താൽ എന്നാ വിട്ടുകൊടുക്കണം? മേൽമുണ്ടെടുത്താൽ എന്ത് വിട്ടുകൊടുക്കണം എന്ന് എഴുതിയിരിക്കുന്നത്? സുവിശേഷവാ, സുവിശേഷം അല്ലേ? മത്തായി 5, 6 ഒക്കെ വായിക്കുമ്പോ എന്താ നമ്മൾ കാണുന്നത്? ഗിരിപ്രഭാഷണമല്ലേ? നമ്മുടെ കർത്താവ് എന്താ പറഞ്ഞത്? മേൽമുണ്ടെടുത്താൽ പുതപ്പും വിട്ടുകൊടുക്കുക. അതാണ് ക്രിസ്ത്യാനിത്വം എന്ന് പറയുന്നത്. അല്ലാതെ നമ്മുടെ മേൽമുണ്ടെടുത്തു കഴിഞ്ഞാൽ സുപ്രീം കോടതി ഉണ്ടറാ നിന്നെ ശരിയാക്കും എന്ന് പറയുന്നതല്ല പെന്തിക്കോസ്. നമ്മുടെ മേൽമുണ്ടെടുത്തു കഴിഞ്ഞാൽ കേസ് കൊടുക്കണോ? അങ്ങനെയാണോ? അബ്രഹാം കേസ് കൊടുത്തെന്നാണോ നമ്മൾ വായിക്കുന്നത്? ലോത്തിന്റെ പേര് കേസ് കൊടുത്തോ? മോനെ ലോത്തെ, നീ ഇടത്തോട്ട് പോവുകയാണെങ്കിൽ പൊക്കോ, അല്ല നീ വലത്തേക്ക് വരുവാണെങ്കിൽ വലത്തേക്ക് വന്ന് എങ്ങോട്ട് വേണമെങ്കിലും പൊക്കോ. നീ പോകുന്നതിന് ഓപ്പോസിറ്റ് സൈഡിൽ ഞാൻ സൈഡിൽ കൂടെ പൊക്കോളാം. അതല്ലേ അദ്ദേഹത്തിന്റെ മനോഭാവം. ചരിത്രം ചമച്ചത് ആരാ? ലോത്താണോ അബ്രഹാമാണോ? ചരിത്രം ചമച്ചത് അബ്രഹാമാണോ ലോത്താണോ? ഈ താഴ്ന്നു കൊടുത്തതല്ലേ അബ്രഹാം ലോത്തിന്റെ മുമ്പില്. പക്ഷെ ചരിത്രം ചമച്ചത് ആരാ? അബ്രഹാം അല്ലേ? പക്ഷെ ഞാൻ പറഞ്ഞ സഹോദരൻ അങ്ങനെ ചെയ്തില്ല. അത് പോലീസിലേക്കും കോടതിയിലേക്കും ഇടപാടിലേക്കൊക്കെ പോയി. അവരുടെ ബന്ധുക്കൾ സ്വന്തക്കാരുടെ ഇടയിൽ അവിടെ ഒരു ചെറിയ ഒരസൽ വന്നില്ലേ? അങ്ങനെ ഒരു ഒരസലിന്റെ ശബ്ദം കേൾപ്പിക്കണമായിരുന്നു. അവിടുത്തെ ആ സർക്കിൾ ഇൻസ്പെക്ടർ മറ്റൊത്തിരി പോലീസുകാരില്ലേ, അവരുടെയൊക്കെ മുമ്പിൽ സാക്ഷിയാകാൻ പറ്റുമായിരുന്നല്ലോ. കളഞ്ഞു കുളിച്ചില്ലേ? കളഞ്ഞു കുളിച്ചു. എന്താ വായിച്ചത്? ഇനി ജീവിക്കുന്നവർ തങ്ങൾക്കായിട്ടല്ല, തങ്ങൾക്ക് വേണ്ടി മരിച്ചുയർത്തവനായിട്ട് തന്നെ ജീവിക്കണം. വാക്യം എങ്ങനെയാ തുടങ്ങിയത്? എല്ലാവർക്കും വേണ്ടി, മുഴു മാനവലോകത്തിനും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കേ. അതാരാ? നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു മുഴു മാനവലോകത്തിനും സകല ഭാവികൾക്കും വേണ്ടി മരിച്ചിരിക്കേ. കുഞ്ഞുങ്ങൾ ഓടിക്കോട്ടെ, നിങ്ങൾ അങ്ങോട്ട് നോക്കരുത്. ഞാൻ ക്രൂശിന്റെ ചുവട്ടിൽ നിന്ന ഈ കാര്യങ്ങൾ പറയുന്നത് ശ്രദ്ധിക്കണം. ഗംഭീരവാക്യം. എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കേ. എല്ലാവരും, അതായത് സകല മനുഷ്യരും പാപത്താൽ മരിച്ചു കിടക്കുക എന്നല്ലേ പുസ്തകം പഠിപ്പിക്കുന്നു. അങ്ങനെ മരിച്ചു കിടക്കുന്നവർക്ക് വേണ്ടിയല്ല ഒരുവൻ മരിച്ചിരിക്കേ. അത് തിരിച്ചറിഞ്ഞവരാ നമ്മൾ ആ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞു. ഏതോ ഒരു സമയത്ത്, നമ്മുടെ ജീവിതത്തിന്റെ ഏതോ ഒരു സമയത്ത് ഈ സുവിശേഷം നമ്മെ തേടി വന്നു. ആ സുവിശേഷം നമ്മെ സ്പർശിച്ചു. അങ്ങനെ നമുക്ക് രൂപാന്തരമുണ്ടായി. ഹൃദയം പിളർന്നുപോയി. സുവിശേഷം എന്ന കലപ്പ തലങ്ങും വിലങ്ങും നമ്മുടെ അകത്തൂടെ അങ്ങ് കടന്നുപോയി. ഉറഞ്ഞു കിടക്കുകയായിരുന്നു അല്ലേ? അതെയോ, മൃദുല ഹൃദയമായിരുന്നു നമ്മുടെ ഈ സത്യം അറിയുന്നതിന് മുമ്പ്. ഉറഞ്ഞു കിടക്കുകയായിരുന്നു സുവിശേഷം എന്ന കലപ്പ. ആ കലപ്പ കൊണ്ട് ഉഴുതുമറിച്ചു. ക്രൂശല്ലേ ധ്യാനിച്ചത്? അല്ലെങ്കിൽ സുവിശേഷം കേട്ടുകൊണ്ടിരിക്കുക എന്ന് പറയുമ്പോൾ അവിടെ ഒരുവൻ നമുക്ക് വേണ്ടി മറുവിലയായതൊക്കെ വരില്ലേ? വരും, നിശ്ചയമായും വരും. നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി കഴിച്ച പങ്കപ്പാടുകൾ യെശയ്യാവ് ആത്മാവിൽ എഴുതി വെച്ചില്ലേ? അവൻ പീഡനത്താലും ശിക്ഷാവിധിയാലും എടുക്കപ്പെട്ടു. അവന്റെ പ്രാണൻ ഒരു അകർത്യാഗമായി തീർന്നു. അവനെ തകർത്ത് കളയുവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. എന്റെ ദൈവമേ, അതൊക്കെ എങ്ങനെ പ്രസംഗിക്കും? ശബ്ദം ഇടറിപ്പോ. അവനെ തകർത്ത് കളയുവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. എന്നെ തകർത്ത് കളയേണ്ടതാ, അല്ലെങ്കിൽ ഞാൻ തകർന്നു പോകേണ്ട സ്ഥാനത്ത്, നിത്യനാശത്തിലേക്ക് പോകേണ്ട സ്ഥാനത്ത് എനിക്ക് പകരക്കാരനായി സ്വർഗത്തിന്റെ ഓമനകുമാരനെ തകർത്ത് കളഞ്ഞു, ഉഴുതുമറിച്ചു. കേട്ടുകൊണ്ടിരിക്കുമ്പോ കലപ്പ അകത്തൂടെ കടന്നു പോകും. അങ്ങനെയാ മലയാളക്കരയിൽ സുവിശേഷം പ്രസംഗിച്ചിരുന്നത്. അതുകൊണ്ടാണ് ഞാൻ മാറത്തടിയായിട്ടാ ഓടി വന്നത്. അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, അയ്യോ ഞാൻ പാവി, ഞാൻ എന്ത് ചെയ്യണം? കൺവെൻഷൻ സ്റ്റേജുകളിലൊക്കെ ആളുകൾ ഓടി വരികയായിരുന്നു. ക്രമീകരണങ്ങളായിരുന്നു ആ രാത്രികളിൽ, മീറ്റിങ്ങുകളിൽ. അല്ലാതെ ഒന്ന് വെച്ച് രണ്ട് കിട്ടുന്നൊന്നും അല്ലായിരുന്നു പെന്തിക്കോസുകാർ പഠിപ്പിച്ചത്. അങ്ങനെയാണോ പഠിപ്പിച്ചത്? സുവിശേഷം, കറതീർന്ന സുവിശേഷം, നിർമ്മലമായ സുവിശേഷം. തീക്കകത്തേക്ക് പോട്ടതാ. ആ തീയിൽ നിന്ന് നമ്മെ ഒരുവൻ പിടിച്ചു മാറ്റിയിട്ട് താൻ അതിലേക്ക് നടന്നു കയറി. ഉയരത്തിലെ കോപാഗ്നി തന്റെ മേൽ വീണെന്നാ വായിക്കുന്നത്. ഉയരത്തിലെ കോപാഗ്നി ദൈവ കുഞ്ഞാടിന് മേൽ കടന്നു വന്നു. നമ്മുടെ പാപനിമിത്തം അങ്ങനെ വിടുവിക്കപ്പെട്ട് വന്നവരാണ് ആ നാം. ഇനി സ്വയത്തിൽ ജീവിക്കുക. എനിക്ക് മുൻപോട്ട് പോട്ടതല്ലേ, പ്രസംഗിച്ച് പോട്ടതല്ലേ. പക്ഷെ ഈ വാക്യത്തിൽ ഞാൻ ഉടക്കി നിന്ന് പോയില്ലേ? എന്തുകൊണ്ടാ? ഒരു പെന്തിക്കോസുകാരൻ എന്നുള്ള വാക്ക് തന്നെ വിട്ടേക്കാം ശരിക്കും. ഒരു ക്രിസ്തു ശിഷ്യൻ,
ഒരു ക്രിസ്തു ശിഷ്യൻ അവൻ അവന്റെ ഇഷ്ടത്തിന് ജീവിക്കുക എന്ന് പറഞ്ഞാൽ അവൻ ഏത് ക്രിസ്തുവിനെയാണ് പിൻപറ്റുന്നത്? നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ ജീവിതം പഠിക്കുമ്പോൾ ആ 3 വർഷക്കാലത്തെ ജീവിതം നമുക്ക് എടുത്തു നോക്കിയാൽ ശുശ്രൂഷയുടെ ആരംഭം, അതിന്റെ ഒരു മധ്യം, അതിന്റെ ഒടുക്കം, 3 ഭാഗത്തായിട്ട് 3 വാക്യങ്ങളിലൂടെ നമുക്ക് കാണാം. പിതാവേ, എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടമെന്ന്. എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം എന്നാ കാണുന്നത്. ഒരു വാക്യം എന്റെ ഓർമ്മയിൽ വരുന്നു. അതല്ലാതെ ഈ 3 അല്ലാതെ വേറൊരു വാക്യം യോഹന്നാൻ 8-ാം അധ്യായം അതിന്റെ 29-ാം വാക്യം. എന്നെ അയച്ചവൻ എന്നോട് കൂടെയുണ്ട്. ഞാൻ എല്ലായ്പ്പോഴും ഒരു പ്രസാദം ചെയ്യുന്നത് കൊണ്ട് അവനെ ഏകനായി വിട്ടിട്ടില്ല എന്ന് പറഞ്ഞു. ഈ വാക്യത്തിലേക്ക് നോക്കുമ്പോൾ നമ്മള് കാണുന്നത് ആരെയാ? നമ്മുടെ മെശിഹായെ, നമ്മുടെ ആത്മമണവാളനെയാണ് കാണുന്നത്. എന്താ കാണുന്നത്? കർത്താവ് എന്താ പറയുന്നത്? ഞാൻ എല്ലായ്പ്പോഴും പിതാവിന് പ്രസാദമുള്ളത് ചെയ്യുന്നത് കൊണ്ട് അവിടെ തന്നെ ഏകനായി വിട്ടിട്ടില്ല. ആ വാക്യം മുഴുവനൊന്നും അല്ല എന്റെ വിഷയം. ഒറ്റ വാക്കാണ് ഞാൻ പുറത്തെടുക്കുന്നത്. ഞാൻ എല്ലായ്പ്പോഴും അവന് പ്രസാദമുള്ളത്. വല്ലപ്പോഴും ആണോ? എല്ലായ്പ്പോഴും പിതാവിനെ പ്രസാദിപ്പിച്ചൊരു പ്രിയപുത്രൻ. അത് പറയുമ്പോ നമ്മുടെ ഡാൻസിലേക്ക് നമുക്ക് നാളെ പോവാം. നാളെ പോവാമെന്നും പറയാനുള്ള ഗ്യാരണ്ടി എനിക്കില്ല. കർത്താവ് അനുവദിച്ചാൽ, അവിടുന്ന് വരാൻ താമസിച്ചാൽ എന്ന് മാത്രമേ പറയാനുള്ളൂ. ഇപ്പൊ ഇത് പറയുമ്പോൾ 1-2 കാര്യം വേറെ ഓർമ്മ വരിക. ഇത് ഇങ്ങനെയൊരു പ്രയോജനപ്രദമായ കാര്യമായതുകൊണ്ട്, നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായതുകൊണ്ട് ഞാൻ അതിലേക്ക് 1-2 കാര്യം സൂചിപ്പിക്കാം, എന്നിട്ട് മുന്നോട്ട് പോകാം. അതായത്, ഞാൻ എല്ലായ്പ്പോഴും പിതാവിനെ പ്രസാദിപ്പിച്ചെന്നല്ലേ വായിക്കുന്നത്. നമ്മൾ ആ പ്രസാദകരമായ ആ ശബ്ദം, അതായത് അതിനോട് തുല്യമായ 2 ശബ്ദങ്ങൾ നമ്മൾ സുവിശേഷത്തിൽ കാണാം. അതായത്, നമ്മുടെ കർത്താവ് തന്റെ ആ 30 വർഷത്തെ ജീവിതം കഴിഞ്ഞ് ശുശ്രൂഷയ്ക്ക് പുറത്തേക്ക് ഇറങ്ങി വരുന്ന സമയം യോർദാന്റെ കരയിൽ ആ സ്നാനത്തിന് വേണ്ടി വെള്ളത്തിൽ ഇറങ്ങി നിൽക്കുമ്പോൾ ഒരു ശബ്ദം ഉയരത്തിൽ നിന്ന് കേൾക്കുകയാണ്. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവരിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. അങ്ങനെ ഒരു ശബ്ദം കേട്ടില്ലേ? കേട്ടു. അതായത് 30 വർഷത്തെ തന്റെ ആ ജീവിതം, അതിനെ നമ്മളിങ്ങനെ പറയാം, ആ 30 വർഷത്തെ രഹസ്യ ജീവിതം, അത് പബ്ലിക്കിലേക്ക് വന്ന ജീവിതമല്ലല്ലോ. ആ 30 വർഷക്കാലവും പിതാവിനെ പ്രസാദിപ്പിച്ച് താൻ ബലിപീഠത്തിലായിരുന്നു. 30 വർഷത്തിന്റെ അനുഭവം എന്ന് പറയുന്നത് പിതാവിനെ പ്രസാദിപ്പിച്ച അനുഭവമാണ്. 1 ഇഞ്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയില്ല. ആ 30 വർഷക്കാലം അപ്പോഴത്തെ ലോക്കൽ ജോസഫിനെയും മറിയെ കുറിച്ച് പറയുമ്പോ എങ്ങനെയാ? അവിടുത്തെ ലോക്കൽ ഗാർഡിയനല്ലേ, ആ നിലയിലല്ലേ പരിഗണിക്കുന്നത്. ഒരു യഹൂദ കുടുംബത്തിലല്ലേ ജനിച്ചത്. പ്രമാണപ്രകാരം 30 വയസ്സ് വരെ മാതാപിതാക്കൾക്ക് എന്ത് ചെയ്യണം? കീഴടങ്ങിയിരിക്കണം. ഈ പ്രമാണം കൊടുത്തതാരാ? ആ പ്രമാണം കൊടുത്തവൻ. സഹോദരങ്ങളെ, ഇങ്ങനെ അനവധി കാര്യങ്ങൾ കിടക്കുക. ആ പ്രമാണം കൊടുത്തവൻ 30 വയസ്സ് വരെ ഒരു ഇസ്രായേലിയൻ മാതാപിതാക്കൾക്ക് കീഴടങ്ങണമെന്ന് പ്രമാണം കൊടുത്തവൻ ഇവിടെ ഇതാ തന്റെ സൃഷ്ടിയുടെ മുമ്പിൽ വന്നിട്ട് ആ പ്രമാണം അനുസരിച്ച് അതിനെ കീഴ്പ്പെടുകയാണ്. കീഴ്പ്പെടുകയല്ലേ? 30 വർഷക്കാലം ഞാൻ ആരാന്നറിയാമെന്നൊക്കെ ചോദിച്ചോടെ. നസ്രത്തിൽ ആരോടെങ്കിലോടും പറഞ്ഞോ? അതെ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളൊന്നുമല്ല കേട്ടോ. ഞാനങ്ങ് അമേരിക്കയിലും ദുബായിലൊക്കെ പ്രസംഗിച്ച പാത്ര. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ചെറിയ പാത്രമൊന്നുമല്ല. അങ്ങനെയല്ലോ പറഞ്ഞോ? ഒരക്ഷരം വേണ്ടിയില്ല. താൻ ആരെന്ന് പോലും ഒരു മനുഷ്യ കുഞ്ഞ് മനസ്സിലായില്ല. മറിയയ്ക്ക് മാത്രം മനസ്സിലായി, വേറെ ആർക്കും പിടികിട്ടി കാണില്ല. 30 വർഷക്കാലം ആ സമർപ്പിത ജീവിതം ഇതാ പുറത്തേക്ക് വരുന്നു. അപ്പോൾ സ്വർഗം തുറന്നൊരു ശബ്ദം പുറപ്പെടുകയാണ്. ഇവനെന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഈ 3 വർഷക്കാലം, 3-3.5 എന്നൊക്കെ നമ്മൾ പറയും. ആ 3 വർഷക്കാലത്തെ ശുശ്രൂഷയുടെ ഒടുവിലേക്ക് വരുന്ന സമയത്ത് മറുരൂപമലയിൽ ഒരു ശബ്ദം കേൾക്കുകയാണ്. ഇവനെന്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുപ്പി. 2ാമത് ആ ശബ്ദം കേൾക്കുകയാണ്. വീണ്ടും 2 പ്രാവശ്യം കേട്ടിട്ടുള്ളൂ. അതെങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്? ഈ 30 വർഷക്കാലത്തെ ജീവിതം ബലിപീഠത്തിലായിരുന്നു. അത് എന്ന് വെച്ചാൽ സമർപ്പിതാനുഭവത്തിലായിരുന്നു. പിന്നെയുള്ള 3 വർഷക്കാലം എങ്ങനെയായിരുന്നു? അത് സമർപ്പിത ജീവിതമായിരുന്നു. അതാ ഇപ്പൊ വായിച്ചത്. ഞാൻ എല്ലായ്പ്പോഴും പിതാവിനെ പ്രസാദിപ്പിക്കുന്നു. അപ്പൊ ഈ മുഴു ജീവിതം എങ്ങനെയായിരുന്നു? ആ മുഴു ജീവിതവും സമർപ്പിത ജീവിതമായിരുന്നു. ആ കാരണത്താൽ പിതാവ് എന്ത് ചെയ്തു? പ്രസാദിച്ചു. ഹോമയാഗത്തെ കുറിച്ച് പഠിക്കുമ്പോ ലേവ്യ പുസ്തകം 1-ാം അധ്യായത്തിലാണ് ഹോമയാഗത്തെ കുറിച്ച് പഠിക്കുന്നത്. ആ 1-ാം അധ്യായത്തിലേക്ക് വരുമ്പോ 9-ാം വാക്യം, ലേവ്യ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം.
പെട്ടെന്ന് വായിച്ചാലൊന്നും അങ്ങനെ പിടികിട്ടണമെന്നില്ല. ഇപ്പം ഈ പറഞ്ഞ വിഷയത്തോടുള്ള ബന്ധത്തിൽ ചേർത്ത് പറയുമ്പോൾ മനസ്സിലാവും. എങ്ങനെയാ വായിച്ചത്? അതിന്റെ കുടലും കാലും അവൻ വെള്ളത്തിൽ കഴുകണം. പിന്നെ പുരോഹിതൻ ശകലവും ശകലമാണോ? പുരോഹിതൻ സകലവും യാഗപീഠത്തിന്മേൽ ഹോമയാഗമായി ദഹിപ്പിക്കുകയാണ്. സകലവും ഹോമയാഗത്തെ കുറിച്ചുള്ള ഒരു വലിയ പഠനമാണ് ഹോമയാഗം എന്നുള്ളത്. അത് ഈ വാക്യം നമ്മൾ വായിച്ചു കഴിഞ്ഞിട്ട് 13-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ രണ്ടാമത് കാണുന്ന കാര്യം അവിടെയാ. 13-ാം വാക്യത്തിൽ എന്താ കാണുന്നത്? ആദ്യത്തെ പാരഗ്രാഫില് കാളയെ അർപ്പിക്കുന്ന കാര്യമാണ്. ഈ വായിച്ച രണ്ടാമത്തെ പാരഗ്രാഫില് ആട്ടിൻകുട്ടിയെ അർപ്പിക്കുന്ന കാര്യമാണ്. ഈ രണ്ടിൽ നിന്ന് ഓരോ വാക്യം നമ്മൾ പുറത്തെടുത്തു. ആ രണ്ട് വാക്യത്തിൽ കണ്ട ഒരു വാക്കുണ്ട്. എന്താ കണ്ടത്? സകലവും. സകലവും. നമ്മൾ റോമാലേഖനം 12-ാം അധ്യായത്തിലെ 1-2 വാക്യമൊക്കെ ശരിക്കും എപ്പോഴാ അതൊക്കെ കേൾക്കാറ്? ആ വാക്യമൊക്കെ നമ്മുടെ ഈ ഇടയിലുള്ള പെന്തിക്കോസ് ഡിനോമിനേഷനുകളിലെല്ലാം പോയി പ്രസംഗിച്ചിട്ടുള്ള ആളാണ്. സ്നാനത്തോടുള്ള ബന്ധത്തിലെ ക്ലാസ്സും അതുമൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ വേറെ പല സ്ഥലത്തൊക്കെ ഈ എടുക്കുന്നത് കേട്ടിട്ടുമുണ്ട്. അപ്പൊ അതിന് സ്നാനവുമായി ബന്ധപ്പെട്ട് കുറെ വാക്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ റഫറൻസ് ഒക്കെ കൊടുത്ത് എന്നാ ശരി വെള്ളം റെഡി മുങ്ങിയേക്കാം, അങ്ങനെ മുക്കുന്നു പൊക്കുന്നു പോകുന്നു. അവൻ കുറെ വർഷം കഴിയുമ്പോഴത്തേക്കും ബോധമില്ലാതെ എന്തെങ്കിലുമൊക്കെ പിച്ചും പേയും പറയും. അതേസമയം ഈ കാര്യങ്ങളൊക്കെ സുവിശേഷം കലപ്പ അവന്റെ അകത്തൂടെ കടന്നു പോകണം. സുവിശേഷം എന്ന കലപ്പ അകത്തൂടെ കടന്നു പോകണം. ഉഴുതുമറിക്കപ്പെട്ട ഒരു ജീവിതമാ സുവിശേഷത്തിലൂടെ തുറന്നു വരുന്നത്. അതല്ലേ നമ്മൾ കണ്ടത്? അവനെ തകർത്ത് കളയുവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. നമ്മളോടുള്ള ഇഷ്ടം നിമിത്തം തന്റെ പ്രിയപുത്രനെ കാൽമുറിയിൽ കൈവിട്ടു. പറഞ്ഞു കേൾപ്പിക്കണം. കഴുത്തൊടിക്കാൻ വെച്ചതാ കേട്ടോ, കഴുത്തൊടിക്കാൻ വെച്ചതാ. 1 കൊരിന്ത്യർ ലേഖനം ഒക്കെ കേൾപ്പിച്ചേക്കണം. ഉലഹീനനും ബലഹീനനും ഏതുമല്ലാത്തതും ഒന്നുമല്ലാത്തതും അഡ്രസ്സും ഇല്ല, പിൻകോഡും ഇല്ലായിരുന്നു. നിനക്ക് അഡ്രസ്സും ഇല്ല, പിൻകോഡും ഇല്ലായിരുന്നു. നമ്മൾ പറഞ്ഞു വരുമ്പോ എങ്ങനെയാ പറയുന്നത്? തറവാടികളാ ഞങ്ങൾ സുറിയാനി ക്രിസ്ത്യാനികളാണ്. അതെന്നാ ക്രിസ്ത്യാനിയ? അങ്ങനെയുള്ളൂ. അങ്ങനെ പലതും പറഞ്ഞാണ് നമ്മൾ കോളർ പിടിച്ചെടുത്തത്. ശരിക്കും പഠിപ്പിക്കണം പെന്തിക്കോസുകാരെ. അതൊക്കെ കുമ്പനാട് കൺവെൻഷനിലും മുളക്കുഴയിലും കൊല്ലൂരും തിരുവല്ലായിലും ഒക്കെ ഇതാ പ്രസംഗിക്കേണ്ടത്. സകല ഉപദേശിനെ വിശ്വാസിനെ ഇരുത്തി പഠിപ്പിക്കണം. ഒരുത്തൻ ഞെളിയണ്ട. ക്രൂശ് മുമ്പിൽ വെക്കണം. ഞെളിയാതെ ഭയപ്പെടുക. ജീവനുള്ള ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് ഒരു യോഗ്യതയുമില്ലെന്നേ. അതുകൊണ്ട് പൗലോസ് പറയുന്ന അവന്റെ ക്രൂശിലല്ലാതെ എനിക്ക് പ്രശംസയില്ല. ക്രൂശല്ലേ വെളിപ്പെട്ടു വരുന്നത്. എന്താ ഈ 2 വാക്യത്തിലൂടെ കണ്ടത്? ക്രൂശാ കണ്ടത്. ക്രൂശ് ഇത് എവിടെ അർപ്പിക്കുന്ന കാര്യം പറഞ്ഞത്? പുരോഹിതൻ സകലവും കൊണ്ടുവന്ന് ഹോമയാഗമായി യഹോവയ്ക്ക് സൗരഭ്യമുള്ള ദഹനയാഗമായി ബലിപീഠത്തിൽ അർപ്പിക്കണം. ഈ വായിച്ച 2 കാര്യം, ഈ കാള എന്ന നിലയിൽ കാണുന്നത് നമ്മുടെ കർത്താവിനെയാണ്. പിന്നീട് ആടെന്ന നിലയിൽ കാണുന്നത് നമ്മുടെ കർത്താവിനെയാണ്. കാള എന്ന നിലയിൽ നമ്മുടെ കർത്താവ് വിശ്വസ്ത ദാസൻ എന്നുള്ള നിലയിലാണ് നമ്മൾ കാണുന്നത്. ആടെന്നുള്ള നിലയിലേക്ക് വരുമ്പോൾ നമ്മുടെ കർത്താവിന്റെ സൗമ്യത, മീക്നെസ്, അവന്റെ സൗമ്യതയാണ് ആട് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇതെല്ലാം കർത്താവുമായി ബന്ധപ്പെട്ട്, ക്രൂശുമായി ബന്ധപ്പെട്ടാണ്. ഇവിടെയെല്ലാം ഈ ആടിനെയും കാളയൊക്കെ അർപ്പിക്കുന്നത് എവിടെയാ? ബലിപീഠത്തിലാണ്. നമ്മൾ ഒരു ബലിപീഠം കാണും. നമ്മൾ കാണാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, സമാപന കൂടാരത്തിന് മുമ്പിൽ ഒരു ബലിപീഠം ഇരിപ്പുണ്ട്. അതാണ് താമ്രയാഗപീഠം, ബ്രോൺസൺ ആൾട്ടർ, താമ്രയാഗപീഠം. പിന്നീട് നമ്മൾ നോക്കുമ്പോൾ കാണുന്ന ഒരു യാഗപീഠമുണ്ട് യെരൂശലേം ദേവാലയത്തിന് മുൻപിൽ, ഒരു ബ്രോൺസൺ ആൾട്ടർ, താമ്രയാഗപീഠം. ഈ 2 യാഗപീഠം കഴിഞ്ഞിട്ട് 3-ാമതൊരു യാഗപീഠത്തിലേക്ക് നമ്മൾ നോക്കും. ആ 3-ാമത്തെ യാഗപീഠം ഇരിക്കുന്നത് എവിടെയാണെന്ന് അറിയാമോ? 2 യാഗപീഠം ഞാൻ പറഞ്ഞു. ഒന്ന് സമാഗമന കൂടാരത്തിന് മുമ്പിൽ, 2-ാമത്തെ യാഗപീഠം യെരൂശലേം ദേവാലയത്തിന് മുമ്പിൽ. 3-ാമത്തെ യാഗപീഠം അല്ലെങ്കിൽ 3-ാമത്തെ ബലിപീഠം, 3-ാമത്തെ ഓൾട്ടാർ എവിടെയാ വെച്ചിരിക്കുന്നത്? നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പറ, ശരിയോ തെറ്റോ എന്തോ ആവട്ടെ. ഇവിടെ നമ്മുടെ ആൾക്കാരിലുണ്ട്, പുറത്തുള്ള ആരുമില്ലല്ലോ. എന്തെങ്കിലുമൊക്കെ പറ. 3-ാമത്തെ ബലിപീഠം എവിടെ ഇരിക്കുന്നത്? എന്റെ പ്രതീക്ഷ ഇവരിലൊക്കെയാ. നാളത്തെ പെട്ടകം ചുമക്കേണ്ടതല്ലേ സഹോദരങ്ങളെ? ഇതല്ലേ ഇവരില്ലേ പെട്ടകമൊക്കെ ചുമക്കണ്ടേ? 80-90 വയസ്സായ ഇപ്പൊ എന്നെ തന്നെ ഞാൻ വിട്ടു, നരച്ചു തുടങ്ങി മൊത്തം. അപ്പൊ ഇനി നിങ്ങളെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. നിങ്ങളുടെ തോളത്ത് വെച്ച് തരണം ഇതൊക്കെ. എന്തിനാ ഈ ഇത്ര ഒച്ചത്തിൽ പറയുന്നത്? ഇതെല്ലാം നിങ്ങളുടെ തോളത്ത് വെച്ച് തരാനുണ്ട്.
മൂന്നാമത്തെ ബലിപീഠം ചോദിച്ചതിന് ഇടയ്ക്കൊരു കാര്യം പറയട്ടെ, ഓർത്തോ, കാട്ടുകല്ലുകളെ കൊണ്ട് ആർപ്പിടിപ്പിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ഇസ്രായേലിനോടാ പറഞ്ഞത് കാട്ടുകല്ലുകളെ കൊണ്ട് ആർപ്പിടിപ്പിക്കുമെന്ന്. അത് നമ്മെ ഉദ്ദേശിച്ച. ഇനി നമ്മോട് എന്താ പറയുന്നത്? മൂത്ത പെന്തിക്കോസ്തുകാരായ നമ്മോട് വചനത്തിൽ രസിച്ചില്ലെങ്കിലുണ്ടല്ലോ, വചനത്തിന് വേണ്ടിയുള്ള കത്തലാകത്തില്ലെങ്കിലുണ്ടല്ലോ, ഒരു സമയം കഴിയുമ്പോൾ നമ്മളിത് അന്വേഷിച്ചു പോയാൽ കിട്ടാതെയാവും. ഇത് വലിയ സംഭവമല്ലേ ഇത്? ഇതിന്റെ രുചി പിടിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ. ഇപ്പൊ ഞാനിത് എന്താ ഇങ്ങനെയൊക്കെ പറയാൻ കാരണം, ഞാൻ മൂന്നാമത്തെ ബലിപീഠം എവിടെയാന്ന് ചോദിച്ചിട്ട് നിങ്ങൾ ചാടി പറയണ്ടായിരുന്നോ? പറഞ്ഞോ, എവിടെയാ? കേട്ടോ, ഒരാൾ പറഞ്ഞു, ഒന്നിലധികം പേര് ചാടി ചാടി പറയണമായിരുന്നു. മൂന്നാമത്തെ ബലിപീഠം ഇരിക്കുന്ന കാൽവറിയിലാണ്, ഗോൽഗോഥായിൽ. 2 ബലിപീഠം. ആ 2 ബലിപീഠം റെപ്രസെന്റ് ചെയ്യുന്നത് ഇസ്രായേലിന്റെ വീണ്ടെടുപ്പിനോടുള്ള ബന്ധത്തിലാണ്. ആ 2 ബലിപീഠത്തിൽ നിന്നും വിരൽ ചൂണ്ടപ്പെടുന്നത് കാൽവറിയിലേക്കാണ്. 2 ബലിപീഠം. അവിടെയാണ് ഹോമയാഗം നടക്കുന്നത്. 1400 ചില്ലുവാനും വർഷം ഇസ്രായേലിന്റെ നടുവിൽ നടന്ന ഹോമയാഗത്തെ കുറിച്ചാണ് ഈ പറയുന്നത്. പാപപരിഹാരത്തോടുള്ള ബന്ധത്തിൽ, അറ്റോൺമെന്റ് ഡേയോടുള്ള ബന്ധത്തിൽ നടക്കുന്ന യാഗവും 1445 വർഷം. അത് കഴിഞ്ഞു വന്ന വർഷം ഇസ്രായേലിന്റെ പാപപരിഹാരത്തോടുള്ള ബന്ധത്തിൽ യെരൂശലേം ദേവാലയത്തിൽ ഒരു ആടിനെ അറക്കുമ്പോൾ തോട്ടപ്പുറ ഗോൽഗോഥാ മലയിൽ മറ്റൊരാടിനെ അറക്കുകയായിരുന്നു, ദൈവകുഞ്ഞാടിനെ. ചെറിയ കാര്യമാണ് ഈ പറയുന്നത്. നമ്മളെ സംബന്ധിച്ചതൊന്നും ചെറുതല്ല. ഇതിപ്പോ പുറത്തുള്ള കത്തോലിക്കരോ ഓർത്തഡോക്സുകാരൊക്കെ ആയിട്ട് അവർക്ക് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. അപ്പൊ ഞാൻ മൂന്നാമത്തെ ബലിപീഠം എന്നല്ലേ പറഞ്ഞത്? മൂന്നാമത്തെ ബലിപീഠം കാൽവറിയിൽ ശരിക്കും പറ്റുന്നത് എന്താ? അല്ലെങ്കിൽ ഗോൽഗോഥായിൽ നമ്മൾ എന്താ കണ്ടത്? ഒരു മരക്കുരിശിൽ നമ്മുടെ കർത്താവ് തൂങ്ങിക്കിടക്കുന്നതല്ലേ? അത് ഞാൻ സാധാരണ മനസ്സിലാകാൻ വേണ്ടി ഇങ്ങനെ പറയും. നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് പിടികിട്ടണമല്ലോ, കാര്യം മനസ്സിലാകണമല്ലോ. ആ കാണുന്ന മരക്കുരിശ് എന്ന് പറയുന്നത് റോമാക്കാർക്കും യഹൂദന്മാർക്കും കത്തോലിക്കർക്കും ഓർത്തഡോക്സുകാർക്കും അത് മരക്കുരിശാണ്. ആ കാണുന്ന മരക്കുരിശ് എന്ന് പറയുന്നത് റോമാക്കാർക്കും യഹൂദന്മാർക്കും കത്തോലിക്കർക്കും ഓർത്തഡോക്സുകാർക്കും ഒക്കെ എന്താണത്? മരക്കുരിശാണ്. നമ്മളെ സംബന്ധിച്ച് അത് എന്തല്ല? അതൊരു മരക്കുരിശല്ല, അത് സ്വർഗമൊരുക്കിയ, സ്വർഗത്തിന്റെ അളവിനെത്ത ഒരു ബലിപീഠമാണ്. എന്നാൽ ശരിക്കും അതെന്താ? അത് ശരിക്കും ഒരു മരക്കുരിശ് തന്നെയാണ്. എന്താ അങ്ങനെ പറഞ്ഞത്? അതിന്റെ ആത്മീയ അർത്ഥം മനസ്സിലാകണം. അത് അക്ഷരീയമായി പറഞ്ഞാൽ അതെന്താ? ഒരു മരക്കുരിശ് തന്നെയല്ലേ? പുറകോട്ട് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്ന എവിടെയാ? സമാഗമന കൂടാരത്തിന് മുൻപിൽ ഒരു ബലിപീഠം ഇരിക്കുക. പിന്നെ കുറച്ചുകൂടെ മുന്നോട്ട് നോക്കുമ്പോൾ കാണുന്നത് എന്താ? യെരൂശലേം ദേവാലയത്തിന് മുമ്പിൽ ഒരു ബലിപീഠം ഇരിക്കുക. അത് കഴിഞ്ഞിട്ട് അവിടുത്തെ യാഗങ്ങളും കാര്യങ്ങളും ഒക്കെ റദ്ദ് ചെയ്യാന്ന് പറയും. ക്യാൻസൽ ചെയ്തിട്ട് ഗോൽഗോഥായിൽ ഒരു ബലി അർപ്പിക്കപ്പെടുകയാണ്. ആ ബലിയെ കുറിച്ച് എബ്രായ ലേഖനത്തിൽ എഴുതിയിരിക്കുകയാണ്, യേശുക്രിസ്തു ഒരിക്കലായി കഴിച്ച പരമയാഗത്താൽ വിശ്വസിക്കുന്നവർക്ക് നീതീകരണം ലഭിക്കുകയാണ്. വിശ്വസിക്കുന്ന ആർക്കും 56 ദിവസം പ്രായമായ കൊച്ചിനൊന്നും അതൊന്നും അങ്ങനെ ആ രീതിയിലല്ല നമ്മൾ പഠിപ്പിക്കുന്നത്. 56 ദിവസം പ്രായമായ കൊച്ചിന് ഞാനീ പറഞ്ഞല്ലോ മനസ്സിലാകുമോ? സക്കലത് എന്നൊക്കെ പറഞ്ഞ കൊച്ചിനെല്ലാം പിടികിട്ടുമോ? ഇവിടെ ഇരിക്കുന്ന ഒന്നിനും മനസ്സിലാകത്തില്ല. കണ്ടില്ല ഓടി പാഞ്ഞ് നടക്കുന്നത്, ഒന്നും പിടികിട്ടുന്നില്ല. 86 കഴിഞ്ഞാലും മനസ്സിലാവുന്ന എനിക്ക് തോന്നുന്നില്ല. ഞാൻ രാവിലെ പറഞ്ഞില്ല ഓർത്തഡോക്സിലെ അച്ഛനോടുള്ള ബന്ധത്തിൽ. അച്ഛന് നന്നായിട്ട് ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. എൻ്റെ അച്ഛൻ ഇത് നടക്കാത്ത കാര്യമാണ്, അതൊന്നും ആലോചിക്കുക പോലും വേണ്ട. ഈ കൊച്ചിന് എന്നാ പറഞ്ഞാൽ അത് നിന്ന് ചിരിച്ചോണ്ടിരിക്കുള്ളൂ. 56 ദിവസം എന്നാ മനസ്സിലാവാനാ? അതേസമയം നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നില്ലേ? കൃത്യമായി മനസ്സിലാകും. കാരണം എന്നാ? കാര്യം തിരിച്ചറിയാനുള്ള ആ ഒരു സമയത്തേക്ക് വന്നു. അപ്പൊ സഹോദരങ്ങൾ, ഈ 2 വാക്യം വായിച്ചിട്ട് പുറത്തേക്ക് ഞാനൊന്ന് ചാടിപ്പോയതാ. തിരിച്ചു വന്നിട്ട് എന്താ പറഞ്ഞത്? ബലിപീഠത്തിൽ സകലതും സമർപ്പിച്ച കാര്യം, സകലതും. ഈ 2 വാക്യത്തിലൂടെ ആരെയാണ് നമ്മൾ കണ്ടത്? നമ്മുടെ കർത്താവ് ഈശോ മിശിഹായല്ലേ കണ്ടത്, അല്ലേ? അങ്ങനെയെങ്കിൽ ഇത് 2 കഴിഞ്ഞിട്ട് ഇനി നമ്മുടെ ബലിയിലേക്ക് വരട്ടെ. നമ്മുടെ ബലി എന്നാ? നാം രക്ഷിക്കപ്പെട്ടു, നാം സ്നാനത്തിലേക്ക് വരികയാണ്. റോമലേഖനം 12-ന്റെ 1-2 വെച്ച് നമ്മോട് പറയുകയാണ്, നിങ്ങളുടെ ശരീരത്തെ ബുദ്ധിയുള്ളൊരു ആരാധനയായി, സൗരഭ്യമുള്ളൊരു യാഗമായിട്ട് ഏൽപ്പിച്ചു കൊടുക്കാനല്ലേ പറഞ്ഞത്? അത് മരിക്കുമ്പോൾ ഏൽപ്പിച്ചു കൊടുത്താൽ മതിയോ? അപ്പൊ അതിനൊരു തുടക്കമില്ലേ? ഒരു ആരംഭമില്ലേ? ഒരു സമർപ്പണമില്ലേ? ആ സമർപ്പണത്തിന്റെ കാര്യമാണ് പറഞ്ഞത്. രക്ഷ, സ്നാനം ചേർത്ത് വെച്ചൊക്കെ പറയും, വിശദീകരിച്ച് പറയും. അപ്പൊ അവിടെ നമ്മൾ ആ സമർപ്പണത്തിലേക്ക് വന്നാൽ, ഏൽപ്പിച്ചു കൊടുത്താൽ, ഇപ്പൊ മുൻപോട്ട് പോകാതെ ആ ശമൂവേലിന്റെ പുസ്തകത്തിൽ ഇസ്രായേൽ ഈ ദൈവത്തിൽ നിന്ന് അകന്നു പോയ കാഴ്ച കണ്ടതുകൊണ്ടാണ് ഞാൻ ഇത്രയും നമ്മുടെ ഇടയിലേക്ക് കടന്നു വന്നത്.
ഇവർക്ക് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ നന്ദിയുള്ള ഹൃദയം ഉണ്ടെങ്കിൽ അവരങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? അവരെ വിടുവിച്ച വിധമൊക്കെ ഒന്ന് ഓർത്താൽ, നടത്തിയ വിധം ഓർത്താൽ അല്ലേ, സകല ജാതികളിൽ നിന്നും അവരെ എത്ര ഉത്തുംഗത്തിലേക്കാണ് കൊണ്ടുവന്നത്, എത്ര ഉത്തുംഗത്തിലേക്ക് അവരെ കൊണ്ടുവന്നത്. ആ വഴിയെല്ലാം അവർ മറന്നു കളഞ്ഞില്ലേ? ഈ ദൈവത്തെ മറന്നു കളഞ്ഞ് എങ്ങനെയാ കല്ലിന്റെ മണിന്റെ മുമ്പിൽ പോയി അവർ കുമ്പിട്ടത്? ബാലിന്റെയും അസ്തരത്തിന്റെയും ഒക്കെ മുമ്പിൽ പോയി. അതിന് വിശദീകരണം പറഞ്ഞപ്പോഴാണ് പറഞ്ഞത്, പുതുനിയമ ക്രിസ്ത്യാനികൾ എന്ന നിലയിൽ നമ്മോടുള്ള ബന്ധത്തിൽ, നമ്മുടെ ജീവിതത്തിൽ അബദ്ധത്തിനുള്ള സാധ്യതയുണ്ട്. രക്ഷിക്കപ്പെട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടി മറുവില കൊടുത്താ നമ്മെ വീണ്ടെടുത്തിരിക്കുന്നത്. മറുവില ഓർത്തോണം, വേല കൊടുത്തു. അവിടെയാണ് റിഡംഷൻ എന്നുള്ള വാക്ക് വരുന്നത്. വീണ്ടെടുപ്പ്, നമ്മെ വീണ്ടെടുത്തിരിക്കുന്നു. കൊടുത്തത് ഹെവി പ്രൈസ് ആണ്, കൊടുത്തത് ഹെവി പ്രൈസ് ആണ്. അങ്ങനെ നമ്മെ ദൈവരാജ്യത്തേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. ആ നമ്മോടാ പറയുന്നത്, ഇനി ജീവിക്കുന്നവർ തങ്ങൾക്കായിട്ടല്ല, തങ്ങൾക്ക് വേണ്ടി. ഇനി ജീവിക്കുന്നവർ തങ്ങൾക്കായിട്ടല്ല, തങ്ങൾക്ക് വേണ്ടി മരിച്ചുയർത്തവനായിട്ട് ജീവിക്കണമെന്ന് വായിക്കുന്നത്. അവരുടെ ഒരു 5-6 മിനിറ്റോടെ ഉള്ളൂ, ഞാൻ ഇപ്പൊ ക്ലോസ് ചെയ്യാം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞാൽ ആത്മാവിലാകാൻ പറ്റില്ല, അല്ലേ? അല്ലേ? സഹോദരങ്ങളെ, ശാന്തമായി ദൈവസന്നിധിയിൽ ഇരുന്ന് വചനം കേട്ട്, നമ്മൾ ആദ്യം പറഞ്ഞു പോയ കാര്യത്തിൽ നിന്ന് ഇസ്രായേൽ വഴി നമ്മൾ നേരെ ചാടിക്കേറി വന്നത് ക്രൂശിങ്കിലേക്കാണ്, ബലിപീഠത്തിലേക്കാണ് വന്നത്. അവിടെ ഹോമയാകവും നമ്മുടെ കർത്താവ് ഈശോ മിശിഹ സമർപ്പിതനാണെന്നുള്ള കാഴ്ചയൊക്കെ കാണുകയായിരുന്നു. ഇതൊക്കെ ധ്യാനത്തോടിരുന്ന് കേൾക്കുകയും ആത്മാവിൽ സന്തോഷിക്കുകയും അങ്ങനെ അത് നമ്മുടെ പ്രായോഗിക ജീവിതത്തിലേക്കൊക്കെ കൊണ്ടുവരുമ്പോഴല്ലേ ക്രിസ്ത്യാനിത്വം അതിന്റെ ആ ഒരു മഹിമയിലേക്ക് വരുന്നത്. അല്ലാതെ ചുമ്മാ കിടന്ന് ബഹളം വെച്ചിട്ട് എന്നതാ പാസ്റ്റർ പ്രസംഗിച്ച അതൊന്നും ഓർക്കുന്നില്ല, മൊത്തം ആകെ ആരവാരവങ്ങളായിരുന്നു, മൊത്തം പേർത്തേട്ടുണ്ടല്ലോ, അയ്യോ അത് ഭയങ്കര ആരാധനയായിരുന്നു. കണ്ടില്ലേ 4-ാം അധ്യായത്തിലെ ആരാധന? ആർപ്പിട്ടു, പെട്ടകവുമായിട്ട് പോയിട്ടായിരുന്നു ആരാധന, ആർപ്പിടലൊക്കെ ഫെലിസ്തന്റെ മുമ്പിൽ നിന്ന്. അവസാനം നാണം കെട്ട് തിരിച്ചു പോയില്ലേ? ഓടേണ്ടി വന്നു എല്ലാവരും. കാരണം എന്താ? ഇപ്പൊ വായിച്ച ശമൂവേലിലെ ഈ വാക്യങ്ങളാണ്. ദൈവമായിട്ടുള്ള ബന്ധം ഈ രാത്രി നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. നമ്മുടെ ബന്ധം എങ്ങനെ ഇരിക്കുന്നു? ഞാൻ ഇടയ്ക്ക് രക്ഷീ സ്നാനം എന്നൊക്കെ പറഞ്ഞില്ലേ, അത് എത്ര വർഷം പിന്നിലാണെന്ന് ഒന്ന് ഓർത്തേ. ആ ദിവസത്തിലേക്കൊന്ന് വന്നേ, ഇന്നെന്ന പോലെ ഒന്ന് വന്നേ. അങ്ങനെ നമുക്കങ്ങ് പിരിയാം. അത് ഇന്നെന്ന പോലെ അതിലേക്കൊന്ന് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ദൈവസന്നിധിയിൽ ഒരു പിടച്ചലോടുകൂടി മുട്ടുകുത്തിയ ഒരു ദിനമല്ലേ? രാത്രിയോ പകലോ നട്ടുച്ചയോ എനിക്കറിയില്ല, അല്ലേ? ആ ക്രൂശിന്റെ മുമ്പിൽ, നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ തുറന്നു വന്നൊരു കാഴ്ചയുണ്ട്. കുരുടന്മാരായിരുന്ന നമ്മുടെ കണ്ണുകൾ തുറന്നു വരികയാണ് സുവിശേഷം കേൾക്കുമ്പോൾ. ഈ ലോകത്തിന്റെ പ്രഭു നമ്മുടെ കണ്ണുകളെ എന്ത് ചെയ്തിരിക്കുകയായിരുന്നു? അന്ധമാക്കി വെച്ചിരിക്കുകയാണ്, കുരുടാക്കി വെച്ചിരിക്കുകയായിരുന്നു. സുവിശേഷം കേട്ടുകൊണ്ടിരുന്നപ്പോൾ കണ്ണു പതിയെ തുറന്നു വരികയാണ്. ആ തുറന്നു വന്നപ്പോൾ നമ്മൾ ആദ്യമായി കണ്ട കാഴ്ച ഗംഭീര കാഴ്ചയാണ്, ഭയാനകമായ ഒരു കാഴ്ചയാണ് കണ്ടത്. കത്തുന്നൊരു ബലിപീഠം, ഉയരത്തിലെ കോപാഗ്നി വീട് കിടക്കുന്ന ഒരു ബലിപീഠം, കാൽമുറിയിലെ ക്രൂശാണ് കണ്ടത്. കണ്ണ് തുറന്നപ്പോൾ ആദ്യം കണ്ടത് എന്താ? കണ്ടില്ലെങ്കിൽ കണ്ടോണം, ഇപ്പൊ കണ്ടില്ലെങ്കിൽ കണ്ടോണം. യാഗപീഠത്തിന്റെ കാഴ്ചകൾ, ക്രൂശിന്റെ ദർശനം എന്ന് പറയും. ക്രൂശിന്റെ ദർശനം, ആ ദർശനമാണ് നമ്മെ ആടിമുടി ഉലച്ചു കളഞ്ഞു. അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ കലപ്പ കടന്നു പോവുകയാണ്, ഉഴുതുമറിക്കപ്പെടുകയാണ്. വല്ലാത്ത നിമിഷങ്ങൾ. നമ്മുടെ ഉള്ളിൽ ഒരു യുദ്ധം നടന്നു, ഒരു വടംവലി നടന്നു. ഒരു സമർപ്പണാനുഭവത്തിലേക്ക് വരണമോ വേണ്ടയോ? അതേ ലോകത്തെ സ്നേഹിക്കണമോ? അതേ നമ്മുടെ പാരമ്പര്യങ്ങളിൽ നിൽക്കണമോ? വടംവലികളെ എല്ലാം തകർത്തുകൊണ്ട് നമ്മൾ ആ ക്രൂശിങ്കൽ, ആ ബലിപീഠത്തിൽ നമ്മെ തന്നെ സമർപ്പിച്ചു. പിതാവ് തന്റെ ഏകജാതനായ പുത്രന്റെ ബലിപീഠത്തിൽ കൈവിട്ട് കളഞ്ഞ കാഴ്ചയെ കണ്ടത്. അവനെ തകർത്ത് കളഞ്ഞിട്ടിരിക്കുന്ന കാഴ്ചയാ നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ തുറന്നു വന്നത്. ഇനിയൊരു നാളെയില്ല. ഈ കാഴ്ചയുടെ അകത്തേക്ക് കയറി ഇനി ആ ബലിപീഠത്തെ മറികടന്നുകൊണ്ട്, പുറംതിരിഞ്ഞു വേണ്ടേ പോകാൻ, മറികടന്നുകൊണ്ട് പോകാൻ കഴിയാതെ നമ്മൾ അവിടെ മുട്ടുമടക്കിയവരല്ലേ? അങ്ങനെയല്ലേ മുട്ടുമടക്കിയത്? അങ്ങനെയാണോ? എങ്ങനെയാണോ? ആ കാഴ്ച അത്ര വലിയ കാഴ്ചയായിരുന്നു. ആ കാഴ്ച കാണാൻ പാകത്തിന് നമ്മെ പ്രാപ്തമാക്കിയത് ആരാ? പരിശുദ്ധാത്മാവല്ലേ? അതിനിങ്ങനെ ഒരു വാക്യമുണ്ട് കേട്ടോ.
ഇവിടെ നമ്മൾ വായിക്കുന്ന എന്നെ അയച്ച പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആർക്കും എന്റെ അടുക്കൽ വരുവാൻ കഴിയുകയില്ല. എന്നെ അയച്ച പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആർക്കും എന്റെ അടുക്കൽ വരുവാൻ കഴിയുകയില്ല. അപ്പൊ അത് വായിക്കുമ്പോൾ നമ്മൾ എങ്ങനെയാ മനസ്സിലാക്കുന്നത്? പിതാവ് ആകർഷിച്ച് ആരുടെ അടുക്കൽ കൊണ്ടുവരുന്നു എന്നാണ് നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാക്കുന്നത്. ആരുടെ അടുക്കൽ? അതായത് ഒരു പാപിയെ പിതാവ് ആകർഷിച്ച് ആരുടെ അടുക്കിലേക്ക് കൊണ്ടുവരുന്നു? എവിടേക്ക് കൊണ്ടുവരുന്നു? ആരുടെ അടുക്കിലേക്ക് എന്ന് ചോദിച്ചാൽ പെട്ടെന്ന് നമ്മൾ എന്ത് പറയും? യേശുക്രിസ്തുവിന്റെ അടുക്കൽ നിന്ന്. അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ല. അങ്ങനെ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കില്ല, അതിന്റെ ആഴത്തിലേക്ക് പോവില്ല. പിതാവ് ഒരു പാവി ആകർഷിച്ചു കൊണ്ടുവരുന്നത് ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിന്റെ അടുക്കിലേക്ക്. യേശു എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ആളുകളാ ശരി യേശുവിന്റെ അടുക്കൽ. അങ്ങനെ പറയരുത്. നമ്മൾ തരംതിരിച്ച് പറയണം. ഓരോരോ സന്ദർഭത്തിൽ പറയേണ്ട വാക്കുകൾ തന്നെ പറയണം. ഒരു പാവിയെ പിതാവ് ആകർഷിക്കുന്ന ക്രൂശിങ്കിലേക്കാണ്. ഒന്നോടെ പറയുമ്പോൾ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിന്റെ അടുക്കിലേക്കാണ് ആകർഷിക്കുന്നത്. അങ്ങനെ ആ ക്രൂശിങ്കിലേക്ക് നമ്മെ കൊണ്ടുവരുമ്പോൾ പരിശുദ്ധാത്മാവ് നമുക്ക് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തും. വരണം. ബോധം വരണം. ബോധമില്ലാതെ പെന്തിക്കോസ്താന്ന് പറഞ്ഞ് നടന്നു നോക്കുവോ? ബോധം വരണം. പാപത്തിന്റെ പടുകുഴിയിലാ കിടക്കുന്നത്. അവിടെ കിടന്നുകൊണ്ടാണ് ഈ ബോധം വരുന്നത്. അയ്യോ, രക്ഷിക്കാൻ ആരുമില്ല. ആരെങ്കിലും രക്ഷിക്കുവോ? ലോകത്തിലെ സകല മതങ്ങളും, ഞാൻ രാവിലെ പറഞ്ഞെന്നാ തോന്നുന്നത്, ലോകത്തിലെ സകല മതങ്ങളും എല്ലാം പല പല കണ്ടീഷൻസ് ഒക്കെയാ പറയുന്നത്. അങ്ങനെ വാ, ഇങ്ങനെ വാ, രാവിലെ വാ, കുളിച്ചിട്ട് വാ, കുളിക്കാതെ വാ, എന്തെല്ലാം കണ്ടീഷൻസാ. അതേസമയം നമ്മുടെ കർത്താവ് ഒരു കണ്ടീഷനും വെക്കാതെയാണ് തന്റെ സ്നേഹത്തിന്റെ ആഴത്തിൽ നമ്മെ ആ നീട്ടിയ ഭുജത്താലും, അഥവാ സുവിശേഷം എന്ന ക്രൈം നാം കിടന്ന ആ പാപത്തിന്റെ അടിത്തട്ടിലേക്ക് ഇറങ്ങി വന്ന് നമ്മെ കോരിയെടുക്കുകയായിരുന്നു. പിതാവിന്റെ സ്നേഹം തന്റെ പുത്രനെ നമുക്ക് വേണ്ടി നൽകുക വഴി ഒരു ചോദ്യം ഇടയ്ക്ക് എനിക്ക് വന്നായിരുന്നു. ആ ചോദ്യം എന്ന് വെച്ചാല്, അബ്രഹാമിന് ഇതൊക്കെ കൊടുത്തു, അബ്രഹാം വഴി നമുക്ക് എന്ത് കിട്ടും എന്നുള്ള ചോദ്യം. ആ ചോദ്യത്തിനാണ് ആളുകൾ പറയുന്നത് അത് കിട്ടും ഇത് കിട്ടും എന്നൊക്കെ. നമുക്ക് എന്താ കിട്ടിയത്? നമുക്ക് കിട്ടിയത് അബ്രഹാമിന്റെ പുത്രനായ യേശു ക്രിസ്തുവിനെയാണ് കിട്ടിയത്. ഒരു പുതിയ നിയമ ക്രിസ്ത്യാനിയുടെ അനുഗ്രഹം എന്ന് പറയുന്നത് യേശു ക്രിസ്തു മാത്രം. എവിടെ നിന്ന് വിളിച്ചു പറയും? ഈ ലോകത്തിലുള്ള സകല കാര്യങ്ങളെ കുറിച്ച് അബ്രഹാമിന്റെ കൊച്ചുമോൻ പറഞ്ഞിട്ടുള്ളതും കേൾപ്പിക്കും. അബ്രഹാമിന്റെ കൊച്ചുമോൻ ആരാ? പൗലോസ് ലീഗ, ബെന്യാമിൻ ഗോത്രക്കാരൻ. എന്താ പറഞ്ഞത്? ലോകത്തിലുള്ള എല്ലാം കണ്ടിട്ട് പുള്ളി പറഞ്ഞു എല്ലാം ചവറാന്ന് പറഞ്ഞു. ട്രാഷ്, ചവറ്. ആ ചവറ് കണ്ടിട്ടാണ് ഞാൻ പറഞ്ഞ ന്യൂജൻ പെന്തിക്കോസുകാർ പറയുന്നത് അതെല്ലാം അനുഗ്രഹമാണെന്ന്. അത് കണ്ടിട്ട് നമ്മുടെ പാസ്റ്റർമാരും പറയാണ് എന്ന് പറയുന്നു. ഇപ്പോ മെജോറിറ്റി 80-90% പാസ്റ്റേഴ്സും അത് തന്നെ പറയുന്നു, ഇതെല്ലാം ലോകത്തിലുള്ളതെല്ലാം അനുഗ്രഹമാണെന്ന്. പക്ഷെ തിരുത്തൽ വേണ്ടേ? തിരുത്തൽ വേണം. തിരുത്തുന്ന ഒരു സ്വരമായിട്ടാണ് നമ്മളിത് പറയുന്നത്. ഈ ലോകത്തിലുള്ളത് ഒന്നും ഒരു ഭക്തന് അനുഗ്രഹമല്ല. പുതിയ നിയമ ക്രിസ്ത്യാനിയായ എനിക്ക്, ക്രിസ്തു ശിഷ്യനായ എനിക്ക് സ്വർഗം വെച്ചിട്ടുള്ള ഒരേ ഒരു അനുഗ്രഹം, അതെന്റെ ആത്മമണവാളനാണ്. അവന് പകരം ഈ ലോകത്തിലുള്ള എന്ത് തന്നാൽ എനിക്ക് അനുഗ്രഹമായിട്ട് മാറും. അതിന് പകരം എനിക്ക് ഒന്നും തന്നാൽ അതൊരു അനുഗ്രഹമായിട്ട് മാറില്ല. അത് പറയുമ്പോഴാണ് രാവിലെ നമ്മൾ പറഞ്ഞ കാര്യത്തിന്റെ തുടർച്ചയൊക്കെ പറയേണ്ടതായിരുന്നു. അതായത് നമ്മുടെ ഡാൻസ് വിഷയമല്ല, അല്ലാതെ ഇടയ്ക്ക് നമ്മൾ 1-2 കാര്യം പറഞ്ഞല്ലോ. സംഖ്യാപുസ്തകത്തിൽ നിന്ന് എല്ലാം മൂടിയിടുന്ന കാര്യം പറഞ്ഞില്ലേ? അതിനോടുള്ള ബന്ധത്തിലെ വാക്യങ്ങളൊക്കെ പറയേണ്ടതായിരുന്നു. ദൈവം അനുവദിച്ച നാളെ പറയാം. അതൊക്കെ നമ്മളുമായി ബന്ധപ്പെട്ട സീരിയസ് ആയ വാക്യങ്ങളാണ്. പഴയ നിയമ ഇസ്രായേലിന് മുമ്പിൽ എല്ലാം മൂടിയിട്ടിരിക്കുക. സകലതും മൂടിയിട്ടിരിക്കുക. എഫേസ്യ ലേഖനം 3:5 പറയുന്നു, ആ മർമ്മം ഇപ്പോൾ അവന്റെ വിശുദ്ധ അപ്പോസ്തലന്മാർക്കും തന്റെ വിശുദ്ധ പ്രവാചകന്മാർക്കും ആത്മാവിൽ വെളിപ്പെട്ടതുപോലെ. കേൾക്കണം കേട്ടോ, കേട്ടിട്ട് പൊക്കോണം ഇന്ന് രാത്രി സന്തോഷത്തോടെ. പൂർവ്വകാലങ്ങളിൽ ആ ഒരു മനുഷ്യർക്കും ഈ കാര്യങ്ങൾ പൂർവ്വകാലങ്ങളിൽ എന്ത് ചെയ്തിരുന്നില്ല. ഏത് കാര്യമാണ്? ഒരു മർമ്മത്തെ കുറിച്ചാ പറഞ്ഞത്. ആ മർമ്മം മാളിക മുറിയിൽ വെളിപ്പെട്ടു. മാളിക മുറിക്ക് മുമ്പ് ഈ മർമ്മം ആർക്കും എന്ത് ചെയ്തിരുന്നില്ല. ഈ ആടുമാടുന്ന ആൾക്കാരി ഉണ്ടെന്ന് പറയുന്ന അബ്രഹാമിന് ഒന്നും വെളിപ്പെട്ടില്ലെന്നാ ഇപ്പൊ വായിച്ചത്. പൂർവ്വകാലങ്ങളിൽ, ഇനി വേറെ വാക്കിയുണ്ട്, സമയമില്ലാത്തതുകൊണ്ട് അത് നാളെ എടുക്കാം. പൂർവ്വകാലങ്ങളിൽ ആർക്കും എന്ത് ചെയ്തിട്ടില്ല, എല്ലാം മൂടിയിട്ടിരിക്കുക. ചാകല മൂടിയും തുറന്ന് വെളിപ്പാടുകളുടെ കലവറ തുറന്നത് എവിടെയാ? മാളിക മുറിക്ക് ശേഷം. അതല്ലേ ഒരു കൊള്ള കണ്ടുകിട്ടിയവരെ പോലെയല്ലേ യെരുശലേമിന്റെ തെരുവുകളെ വിറപ്പിച്ചത്. യെരുശലേമിന്റെ തെരുവുകളെ വിറപ്പിച്ചത് എന്താ? കൊള്ള കണ്ടുകിട്ടിയ മനുഷ്യരായി മുക്കവന്മാര്.
ഗമാലിയലൊക്കെ അന്തം വിട്ടിരിക്കുന്നത് എന്തപ്പ എന്നുള്ള രീതിയിൽ. അങ്ങനെയായിരുന്നു മലയാളക്കരയിൽ പെന്തക്കോസ്തിന്റെ ഉപദേശം കടന്നു വന്നപ്പോ, ശക്തിയേറിയ ദൈവവചന ഘോഷണവും ആത്മാവിന്റെ പ്രവാഹവും ഒക്കെ കടന്നു വന്നപ്പോൾ ജനം പലതും വിട്ട് ഇറങ്ങി വന്നു. അവര് എന്തെങ്കിലും ഗിമിക്ക് കാണിച്ചല്ലേ ഇറക്കിക്കൊണ്ട് വന്നത്? എന്തെങ്കിലും ചോക്ലേറ്റ് കൊടുത്ത് ഇറക്കിക്കൊണ്ട് വന്നാണോ? ഇറങ്ങി വന്നവർക്കെല്ലാം പല നഷ്ടങ്ങളും ഉണ്ടായത്. പലത് ഉപേക്ഷിക്കേണ്ടി വന്നു, നിന്ദിക്കപ്പെടേണ്ടി വന്നു, പഴിക്കപ്പെടേണ്ടി, ദുഷിക്കപ്പെടേണ്ടി വന്നു. അതിന് നടുവിൽ ഒരു പാട്ട് എഴുതി. എന്താ പാട്ട്? പഴി ദുഷി നിന്ന ഞെരുക്കങ്ങളിൽ ഞങ്ങളെ സുഗന്ധമായി നടത്തണമെന്ന്. അവര് കേസ് കൊടുക്കാനല്ല പോയത്, അവരൊരു പാട്ടം എഴുതി. അവരുടെ പിന്തലമുറയാണ് നമ്മള്. പക്ഷെ നമ്മൾ അത്യാവശ്യം കേസൊക്കെ കൊടുക്കും വേണമെങ്കിൽ. ഇപ്പൊ ഏതൊരു MP യുടെ കാര്യം പറഞ്ഞ ആളുകൾ പേടിപ്പിച്ചോണ്ടിരിക്കുക. MP-നെ ശരിയാക്കുന്ന പറയുന്നത്, നീ ഞങ്ങളുടെ മുമ്പിൽ വന്ന് ക്ഷമ പറഞ്ഞില്ലെങ്കിൽ നിന്റെ കാര്യം ശരിയാക്കും. അതാണ് ഇപ്പോഴത്തെ നമ്മുടെ അവസ്ഥ. ഇതിന്റെയൊക്കെ കാരണം എന്താന്ന് മനസ്സിലായോ? വചനം വെളിപ്പെടുന്നില്ല, സത്യവചനം വെളിപ്പെടുന്നില്ല, ക്രൂശ് പ്രസംഗിക്കപ്പെടുന്നില്ല, ഉടയ്ക്കപ്പെടുന്നില്ല, തകർക്കപ്പെടുന്നില്ല, മുറുക്കപ്പെടുന്നില്ല. പലയിടത്തും പോകുമ്പോ എല്ലായിടത്തും പ്രശ്നങ്ങളാ. പ്രശ്നത്തിന്റെ എല്ലാം മൂല കാരണം എന്നാ? ക്രൂശ് വെളിപ്പെടുന്നില്ല, ക്രൂശ് വെളിപ്പെടുന്നില്ല. തലങ്ങും വിലങ്ങും കലപ്പ കടന്നു പോകണം, ഉഴുതുപറിക്കപ്പെടണം, വചനം വെളിപ്പെടണം, വെളിപ്പാടുകളിൽ ജനം നീക്കണം. അങ്ങനെ വരുമ്പോഴാണ് യഥാർത്ഥ പെന്തക്കോസ്തിന്റെ ശക്തി നമ്മുടെ ഇടയിൽ വ്യാപരിക്കുകയുള്ളൂ. അതുകൊണ്ട് വാത്സല്യ സഹോദരങ്ങളെ, അനുവദിക്കപ്പെട്ട സമയത്തിൽ നിന്ന് 5 മിനിറ്റ് മുമ്പോട്ട് പോയെങ്കിലും നിങ്ങൾ ക്ഷമയോടെ ഇത്രയും നേരം കേട്ടിരുന്നു. ഇതിങ്ങനെ പോവുകയാണെങ്കിൽ നമുക്ക് അങ്ങ് മണിക്കൂറുകളോളം ഇനിയും പോകാനുണ്ട്. പക്ഷെ നമുക്ക് അത്യാവശ്യമായൊരു ഫുൾഷോപ്പ് ഇടേണ്ടതുകൊണ്ട് ഇന്ന് ഇവിടെ ഇങ്ങനെ ഫുൾഷോപ്പ് ഇടുകയാണ്. ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ കർത്താവ് വരാൻ താമസിച്ചാൽ നമുക്ക് ഒരുമിച്ച് കൂടി നാളെ നമ്മുടെ കർത്താവിനെ ധ്യാനിക്കണം. നമ്മുടെ കർത്താവിന്റെ ക്രൂശിന് മുമ്പിൽ കുറച്ചു നേരം. ഇപ്പൊ ഇവിടെ സമയം ഉണ്ടായിരുന്നു, നമുക്ക് മുഴങ്കാലിലൊക്കെ ഇരിക്കണമായിരുന്നു ആ ക്രൂശിന്റെ ചുവട്ടിൽ വിടുവിച്ച വിധങ്ങൾ ധ്യാനിക്കാൻ. എന്നിട്ട് ആത്മാവിലൊക്കെ ആരാധിച്ച് മതി മറന്ന് സന്തോഷിച്ചു പോണായിരുന്നു. പക്ഷെ സാങ്കേതിക കാരണങ്ങളാൽ സാധ്യമല്ലാത്തതുകൊണ്ട് യോഗ നടപടികൾ ദേവദാസൻ പിരിച്ചുവിടും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.